ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മല്ലു ടോക്സ് ആർസണൽ. മല്ലു ടോക്സ് ആർസണലിന്റെ പുതിയൊരു ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ അങ്ങനെ ഒരു ഉം, ഒരു പ്രീമിയർ ലീഗിന്റെ ഒരു സെക്കൻഡ് മാച്ച് കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ UCL മാച്ചിലോട്ട് വരാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം UCL ഇസ് ബാക്ക് അഗൈൻ. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ നമുക്ക് പരിചിതമുള്ള ഒരാൾ തന്നെയാണ് ദീപക് ബ്രോ ഉണ്ട്. ദീപക് ബ്രോ നമ്മൾ ആദ്യം ഞാൻ സ്ട്രീമിലോട്ട് ആഡ് ചെയ്യുന്നു. ഹായ് ദീപക് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. അപ്പൊ നമുക്ക് ഇന്ന് രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകൾ ഉണ്ടല്ലേ, അപ്പൊ നമുക്ക് അവരെ കൂടെ സ്ട്രീമിലോട്ട് ആഡ് ചെയ്താലോ? യെസ് യെസ്. അപ്പൊ വെൽക്കം ആകാശ് ബ്രോ. ആകാശ് ബ്രോ, ഫുട്ബോൾ പിവറ്റ്, വെൽക്കം ടു ദ സ്ട്രീം. നമ്മുടെ മെഡ്രിഡ് മീഡിയ ഉണ്ട്, അർത്തർ ബ്രോയും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ. ഹായ് ബ്രോസ്, എന്തൊക്കെയുണ്ട് വിശേഷം? മെഡ്രിഡ് ബ്രോയിൽ നിന്ന് തുടങ്ങാം. സുഖം തന്നെ ബ്രോ. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ ദ ഇൻവൈറ്റ്. ഓക്കെ No worries. Thank you so much for കളിയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആയി വന്നപ്പോൾ, പെർഫോമൻസ് ഇമ്പ്രൂവ് ആയി വന്നപ്പോ ഇപ്പൊ ഒന്നൊരു സന്തോഷം വന്നു. ഞങ്ങള് താഴോട്ട് പോയി, ഞങ്ങള് കയറി. അതെ അതെ, നമുക്ക് എന്തായാലും നിങ്ങളെ ഈ മാച്ചസിനെ കുറിച്ച്, പ്രീവിയസ് ലാലിഗ മാച്ചസും UCL മാച്ചസിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ആണ് ഇപ്പൊ ഇന്നത്തേക്ക് പ്ലാൻ ചെയ്യുന്നത്. അപ്പോ യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നത് നമുക്ക് ഇന്നലത്തെ വേണമെങ്കിൽ നമുക്ക് ലാലിഗ ഫിക്ചേഴ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇന്നലെ രണ്ട് കോൺട്രാസ്റ്റിംഗ് റിസൾട്ട് ആയിരുന്നു മെഡ്രിഡിനും ബാഴ്സയ്ക്കും. മെഡ്രിഡ് എനിക്ക് 3-0 വിൻ അല്ലേ? യെസ്, ആൻഡ് ബാഴ്സയ്ക്ക് ഒരു 2-2 ഡ്രോ. ആകാശ് ബ്രോ എന്ത് പറയുന്നു? ഇപ്പം പെട്ടെന്നൊരു ഡിപ്പ് വന്നപ്പോഴത്തേക്ക്, കാരണം അത്രയും നാളൊരു ഭയങ്കര ഹൈയിൽ നിൽക്കുന്ന ഒരു ടീമായിരുന്നു ബാഴ്സ. ആ ഒരു എന്താ പറയാ, നമ്മുടെ ഫ്ലിക്കിന്റെ ഒരു ഓഫ് സൈഡ് ട്രാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഹൈപ്പും കാര്യങ്ങളിലൊക്കെ നിൽക്കുകയായിരുന്നു. പെട്ടെന്നൊരു ഇങ്ങനെ ഒരു ഡ്രോപ്പ്, ഭയങ്കര ഡ്രോപ്പ് അല്ല എന്നാലും എന്താ പറയുക, പെർഫോമൻസ് ഡൗൺ ആണ്. അത് കഴിഞ്ഞ രണ്ട് മാച്ചുകൾ അത് കാണാനായിട്ടുണ്ട്. അത് എക്സ്പെക്ട് ചെയ്താണോ എന്ന് ചോദിച്ചാൽ ആണ് ബ്രോ. ഞാൻ ഈ സീസണിന്റെ സ്റ്റാർട്ടിൽ വെച്ച് തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു വിങ്ങറിനെ കൂടെ സൈൻ ചെയ്യാത്ത എന്താണെന്ന് ഞാൻ കണ്ടിന്യൂസ് ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡാനി ഓൾമോ വന്നപ്പോൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഡാനി ഓൾമോ വിങ് കളിക്കത്തില്ല, സെറ്റ് അല്ലേ, അതല്ല. അല്ല, ഒരിക്കലും ഡാനി ഓൾമോ വൈഡ് ഏരിയാസിൽ കളിക്കത്തില്ല. അത് ലാസ്റ്റ് കളിയിൽ കണ്ടാണ് വൈഡ് ഏരിയ ഇട്ടപ്പോൾ പക്ക ടോപ്പ് പെർഫോമൻസ് വരും. ബാർസലോണ റൈറ്റ് നോ ബാർസ ഏറ്റവും അഫക്ട് ചെയ്യുന്നത് എന്നാന്ന് പറഞ്ഞാല് ആരോ ഞാൻ പറയുന്നത് തിരിച്ചു പറയുന്നു, എന്തേലും മോണാണ്. ഞാൻ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത് റെക്കോർഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇപ്പം ഞാൻ പറയുന്നത് ഓക്കെ. സോ ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ചാല്, ഇപ്പം ലാസ്റ്റ് രണ്ട് മാച്ചുകളിലും ബാർസയിൽ യമീൻ യമാൽ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഇല്ല. സോ ബാർസയിൽ ആകപ്പാടുള്ള ഒരേ ഒരു വിങ്ങർ എന്ന് പറയാനായിട്ടാണ് യമാലാണ്. സോ ഫ്ലിക്കിന്റെ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങേഴ്സ് വേണം. അത് ബയൺ ടൈമിലാണെങ്കിലും ഈവൻ ജർമ്മൻ ടൈമിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച കാര്യമാണ്. പുള്ളിക്ക് വിങ്ങേഴ്സ് ഇല്ലെങ്കിൽ പുള്ളിയുടെ ഹൈ അഗ്രസീവ് പ്രസിംഗ് സിസ്റ്റം, ഹൈ ലൈൻ കളിക്കൽ നടക്കുന്ന കാര്യമല്ല. സോ വിങ്ങർമാരില്ലാതെ ലാസ്റ്റ് രണ്ട് കളി ബാർസലോണയെ സെൻട്രൽ ഏരിയാസിലോട്ട് കോമ്പാക്ട് ചെയ്ത് കളിക്കാൻ ശ്രമിച്ചപ്പോൾ ഈസി ആയിട്ട് ഒപ്പോണൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിലെ ഡമ്മി റൺസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ബാർസയുടെ ഓഫ് സൈഡ് ട്രാപ്പ് പൊട്ടിച്ചു തന്നത് ഇമനോൽ അഗ്വാസിൽ എന്ന് പറയുന്ന റയൽ സൊസൈഡാന്റെ കോച്ചാണ്. വളരെ ഹൈലി റേറ്റ് ചെയ്യുന്ന ഒരു കോച്ചാണ്. കിട്ടില്ലൻ കോച്ച് എന്ന് പറഞ്ഞാൽ മിക്കവാറും നെക്സ്റ്റ് ഒരു ടോപ്പ് ക്ലബിലോട്ട് ഈ ബാർസയുടെ കോച്ചാണെങ്കിൽ ഫ്യൂച്ചർ ഞാൻ കാണുന്ന ഒരു കോച്ച് തന്നെയാണ്. അത്രയും കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ലൻ കോച്ചാണ്. പുള്ളിയാണ് ബാർസയുടെ ആ ഒരു ഡമ്മി റൺസ് ത്രൂ ഈ ഒരു സിസ്റ്റം എങ്ങനെ ബ്രേക്ക് ചെയ്യാന്നുള്ള ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നു. എക്സ്ട്രാ അഗ്രസീവ് പ്രസിംഗ് കാണിച്ചു തന്നു. വൈഡ് പ്ലേയേഴ്സ് ഇല്ലെങ്കിൽ ബാർസലോണയുടെ സിസ്റ്റത്തിന്റെ വീക്ക്നെസ്സുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്തു. സെൽറ്റ വിഗോൻ ലാസ്റ്റ് ഗെയിമിന് 2-0 ലീഡ് ഞങ്ങൾ കൊണ്ടുപോയി ബോട്ടിൽ കയറി. ആ 2-0 ലീഡ് ഞങ്ങൾ എടുത്തെങ്കിലും ബെറ്റർ സൈഡ് ആ 2-0 ഞങ്ങൾ ലീഡ് എടുത്ത ടൈമിലും സെൽറ്റ വിഗോ തന്നെയായിരുന്നു. അവർ സിറ്റേഴ്സ് ആഫ്റ്റർ സിറ്റേഴ്സ് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രോബബ്ലി അവരൊരു 2-3 ഗോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർക്ക് അടിക്കായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ 10 പേരുമായി ചുരുങ്ങിയതിനു ശേഷം അവരൊരു കിടിലൻ കംബാക്ക് നടത്തി 2-2 ആക്കുകയും ചെയ്തു. മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ പല പ്ലേയേഴ്സും ബെഞ്ചിൽ നിന്ന് ഇറങ്ങി, എസ്പെഷ്യലി ഞങ്ങളുടെ ക്യാപ്റ്റൻ ഫ്രാങ്കി ഡിയോങ് ഒക്കെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചില പ്ലേയേഴ്സിന് ഇന്റൻസിറ്റി ഡൗൺ ആയിട്ടുണ്ട്, അത് ഫ്ലിക്ക് ഡയറക്ട്ലി കോൾ ഔട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ എനിക്ക് മെയിൻ ആയിട്ട് തോന്നുന്നത് ബാർസലോണയുടെ ഫ്ലിക്കിന്റെ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ വിങ്ങർ മസ്റ്റ് ആണ്. യമാൽ എത്രയും പെട്ടെന്ന് ഫിറ്റ് ആയി വന്നില്ലെങ്കിൽ വി വിൽ ഗെറ്റ് എക്സ്പോസ് മോർ. നാളെ ബ്രസ്റ്റിന് അഗേൻസ്റ്റ് യമാലില്ല, കൂടുതൽ എക്സ്പ്ലോയിറ്റ് ആവാനായിട്ടുള്ള സാധ്യത തന്നെയാണ്. ഹോം മാച്ച് ആണ്, അതാണ് ഒരു അഡ്വാൻറ്റേജ്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ജാനുവരിയിൽ ഒരു സൈനിങ് വേണമെന്നാണെങ്കിൽ 100% വിങ്ങർ. കാരണം നെക്സ്റ്റ് 6 months ഒരു കളി പോലും മിസ് ആവാതെ യമാല് കളിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ടാണ് ബാർസ ഇപ്പൊ മുമ്പോട്ടിരിക്കുന്നത്.
ഞാൻ അതിലോട്ടാണ് എനിക്ക് ചോദിക്കുന്നത്. അപ്പം ഈ യമാലിന് ഒരു 17 വയസ്സുകാരൻ പയ്യൻ, ഇനിയിപ്പം അവരുടെ തന്നെ 18 വയസ്സാവുന്ന ഒരു വളരെ യങ് എന്നാൽ ഒരു പ്രോഡിജി പ്ലെയർ ആണ്. ആ പ്ലെയറിനെ ഇങ്ങനെ ഇതുപോലെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ, അതായത് കണ്ടിന്യൂസ് എല്ലാ മാച്ച് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതൊരു എക്സ്ട്രാ, അതായത് ഡെവലപ്പിംഗ് പ്ലെയർ ആണ് പുള്ളി. അവർ ഏജ് വെച്ച് നോക്കുമ്പോൾ ഡെവലപ്പായി വരുന്നേ ഉള്ളൂ പുള്ളി. അപ്പൊ അതൊരു ഓവർ ഇതായിട്ട് വരുന്നുണ്ട്. അതായത് ഒരുപാട് പ്രഷർ അതിലോട്ട് യമാലിലോട്ട് വരുന്നുണ്ട്. യമാൽ ഒരു കിടിലൻ പ്ലെയർ ആണ്, ഇന്റർനാഷണലി പ്രോ ആണ്, യൂറോസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. ബാഴ്സലും അതേപോലെ പെർഫോം ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഏജ് എപ്പോഴും ഒരു ഫാക്ടറാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അവിടെ കുറച്ചുകൂടി ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ അവിടെ വരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താ അതിനെ കുറിച്ചുള്ള അഭിപ്രായം? എക്സ്പീരിയൻസ് പ്ലെയർ റൈറ്റ് ഹാൻഡ് സൈഡ് ഇനി യമാലിലാണ്. ആരൊക്കെ വന്നു പറഞ്ഞാലും റൈറ്റ് ഹാൻഡ് സൈഡിൽ യമാൽ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഫോർ ബാർസ. നെക്സ്റ്റ് ബാർസയുടെ ഫേസ് ഓഫ് ദ പ്രോജക്ട് മേ ബി വിത്തിൻ 2 years ചെക്കനെ വെച്ച് ബിൽഡ് ചെയ്യാൻ തന്നെയാണ് ബാർസയുടെ പ്ലാൻ. പക്ഷേ യമാലിനെ മാത്രമല്ല ബ്രോ, ഇപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ സൈനിങ് വേണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു വിങ്ങറെ വേണം. റഫീന ഒരു ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങർ അല്ല, ഡാനിയോൾമോ ഒരു ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങർ അല്ല. സോ നിക്കോ വില്യംസിനെ പോലത്തെ ഒരു പ്രൊഫൈല്, അല്ലെങ്കിൽ റാഫേൽ ലിയോ പോലത്തെ ഒരു പ്രൊഫൈല്, അല്ലെങ്കിൽ ഇവൻ ട്രിൻകോ പോലത്തെ ഒരു പ്രൊഫൈൽ ആരെയും ബാർസലോണ കൊണ്ടുവരുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ ഒരു പ്ലെയർ ഉണ്ട്. യമാലിന്റെ കാര്യം പറയാനാണെങ്കിൽ ഹീ 70, യമാല് 17, ഡെവലപ്പ് ആവുന്നേ ഉള്ളൂ. ഈവൻ വിനീഷ്യസ് ജൂനിയറിന് ഇപ്പൊ ഇഞ്ചറി പറ്റി, എംബാപ്പയ്ക്ക് ഇഞ്ചറി വരാറുണ്ട്, റോഡ്രിഗോ ഇഞ്ചേർഡ് ആയിട്ട് ഔട്ടാണ്. ഇവരെല്ലാം യമാലിനേക്കാളും ഏജ്ഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്, യമാലിനേക്കാളും കുറച്ചുകൂടെ ബോഡി ഫിസിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. സോ അവർക്ക് വരെ ഇഞ്ചറി വരുന്നുണ്ട്. സോ യമാൽ ഒരു ഫുൾ സീസൺ ഫിറ്റ് ആയിട്ടിരിക്കുന്നു ഒരിക്കലും ഈവൻ ഈ മീച്ച് കൺട്രോൾ ചെയ്താലും ഇരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല. ആള് ഫ്ലിക്ക് കണ്ടിന്യൂസ് ആളെ ഇറക്കുന്ന കാരണം എന്താണ് നിങ്ങൾ തന്നെ ഊഹിക്കാലോ. ഫ്ലിക്കിന് സത്യം പറഞ്ഞാല് ഏതൊരു കോച്ചിന് ഇപ്പൊ ഫ്ലിക്കിന്റെ മനസ്സിൽ എന്താണ്, യമാൽ അടുത്ത 20 വർഷം ഫിറ്റ് ആയിട്ടിരിക്കണമെന്ന് ഫ്ലിക്കിന് ഒരു നിർബന്ധവും കാണുന്നില്ല. ഫ്ലിക്ക് ഇവിടെ വാർസയിലുള്ളത് മേ ബി ഒരു 3 or 4 സീസൺ ആവാം മാക്സിമം ആയിരിക്കാം. ആ 4 വർഷം എനിക്ക് അവിടെ മാക്സിമം ടൈറ്റിൽസ് അടിക്കണം. അല്ലാതെ യമാൽ അടുത്ത 20 വർഷം കളിക്കണം എന്നുള്ളതൊന്നും പുള്ളിക്ക് നോക്കേണ്ട ആവശ്യമില്ല. പുള്ളി എന്നായും പുള്ളിക്ക് ടൈറ്റിൽ അടിക്കണം. ശരിയാണ്, പ്ലെയറിന്റെ വർക്ക് ലോഡ് നോക്കണം, അത് എക്സ്റ്റേണൽ പ്രഷറും മറ്റും എല്ലാം വരും, അതൊക്കെ ഉറപ്പാണ്. അത് ഇവൻ ഫ്ലിക്കിന്റെ മാത്രമല്ല, ഈവൻ ഇഫ് നിങ്ങൾ ആർസണൽ ഫാൻസ് ആണ്, ഇപ്പൊ സാക്ക അർട്ടേറ്റ ചിലപ്പോൾ ഒരു 2-3 വർഷം കൂടെ അവിടെ കാണത്തുള്ളായിരിക്കും. അർട്ടേറ്റയ്ക്ക് ലീഗ് അടിക്കണമെന്നാണ്, അല്ല സാക്ക അടുത്ത് 20 വർഷം എല്ലാം ഫിറ്റ് ആയിട്ട് ഇരിക്കണമെന്നുള്ള ഒബ്ലിഗേഷൻ ഒന്നും അർട്ടേറ്റയ്ക്ക് ഒരു കോച്ചിനും ഇല്ല. ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ നമ്മുടെ ഇവിടെ ഇപ്പം വന്യേരി എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്, നമുക്ക് 17 വയസ്സുള്ള പ്ലെയർ ആണ്. അപ്പം നമ്മുടെ ആർസണൽ ഫാൻസിലുള്ള ഏറ്റവും വലിയൊരു പ്രഷർ എന്ന് പറഞ്ഞാൽ ഒഡേഗാർഡ് ഇല്ലാത്തൊരു ടൈമില് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, നമ്മളെന്താ പറയുക, ഒരു സെക്ഷൻ ഓഫ് ഫാൻ ബേസ് എപ്പോഴും പറയും വന്യേരിനെ ഇറക്ക് വന്യേരി, പക്ഷെ ആർട്ടേറ്റ ജന്മം ചെയ്ത് ഇറക്കില്ല. അപ്പൊ അതിനെ ഡിഫെൻഡ് ചെയ്യാനും എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് ഫാൻസ് ഉണ്ട്. അപ്പൊ ഡിഫെൻഡ് ചെയ്യുന്നവർ പറയും ആർട്ടേറ്റ എന്നുള്ള മാനേജർ ആ പ്ലെയറിനെ മാനേജ് ചെയ്യാണ്, അതായത് ഇഞ്ചറി വരാണ്ട് ഈ ഒരു യങ് ഏജിൽ ഇഞ്ചറി വരാതെ മാനേജ് ചെയ്യാണെന്ന് പറയും. പക്ഷെ എന്നാൽ മറ്റൊരു ഫാൻസ് പറയും അങ്ങനെയല്ല, ഇപ്പൊ യമാലിനെ കണ്ടില്ല, അല്ലെങ്കിൽ എംബാപ്പയൊക്കെ മൊണാക്കോക്ക് വേണ്ടി കളിച്ച സമയത്തൊക്കെ 17 വയസ്സുള്ള പ്ലെയർ ആയിരുന്നു, 18 വയസ്സിലാണ് വേൾഡ് കപ്പ് അടിച്ചത്. സോ ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ള പ്ലേയേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് പിച്ചിലോട്ട് ഇറക്കി വിടണം എന്നുള്ള ഒരു അഭിപ്രായക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെയാണോ ഇത്? അല്ലല്ല, ഒരിക്കലല്ല. ഇത് യമാൽ പ്രൂവൺ പ്ലെയർ ആണല്ലോ. യമാൽ എന്ന് പറഞ്ഞ റിസൾട്ട് കൊണ്ട് ഇപ്പൊ നൊനേരി ഇറങ്ങിയിട്ട് യമാലിനെ പോലെ പെർഫോമൻസ് കൊടുക്കുന്നതാണെങ്കിൽ അർട്ടേറ്റ അടുത്ത എല്ലാ കളിയും നൊനേരിനെ ഇറക്കത്തില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അത് ആൾക്ക് ട്രസ്റ്റ് ഇല്ല. മെയിൻ ആയിട്ടുള്ള കാര്യം നൊനേരി പിച്ചിൽ ഇറങ്ങിയാൽ ടീമിന്റെ സിസ്റ്റം ബ്രേക്ക് ആവുമോ, ഇത്ര പെർഫോമൻസ് കിട്ടുമോ, അതാണ് ബിഗ്ഗസ്റ്റ് ഡൗട്ട് എല്ലാ കോച്ചിനും. പിന്നെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാം, നൊനേരിക്ക് ഡെവലപ്പ് ചെയ്യാം, 17 വയസ്സേ ഉള്ളൂ, സോ ആളൊന്ന് ഡെവലപ്പ് ആവട്ടെ എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് ഗെയിം കളിക്കാം. ബാർസയ്ക്ക് അത് പറ്റത്തില്ല. ബാർസയ്ക്ക് റൈറ്റ് ഹാൻഡ് സൈഡ്, ബാർസ ടീമിൽ തന്നെ ആപ്പാടുള്ള ഒരു വിങ്ങർ യമാലാണ്. സോ ബാർസയ്ക്ക് ഈ 17 വയസ്സുകാരനെ ഇറക്കലല്ലാതെ വേറെ ഒരു വഴിയില്ല. സോ എന്തൊക്കെ സിറ്റുവേഷൻ ആണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഫ്ലിക്ക് യമാൽ അവൈലബിൾ ആണെങ്കിൽ ഹി ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്. ഇപ്പം ഇഞ്ചറി ആയതുകൊണ്ടാണ് ആള് കളിക്കാത്തത്. സോ ആൾ എത്രയും പെട്ടെന്ന് ഫിറ്റ് ആയിട്ട് വരുവാണെങ്കിൽ വിത്തൗട്ട് എ ഡൗട്ട് ഇപ്പൊ അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്കെൻഡ് മാച്ചിൽ ആൾ ഫിറ്റ് ആയിട്ട് വരുവാണെങ്കിൽ ഈസ് ഗോയിങ് ടു പ്ലേ. കാരണം ഫ്ലിക്കിന് ആളുടെ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ വിങ്ങേഴ്സ് വേണം. അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം 2-3 ഇപ്പം ഈ സീസൺ നിക്കോ വില്യംസോ അല്ലെങ്കിൽ റാഫേലിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഓപ്ഷനെ കൂടെ കൊണ്ടുവരുവായിരുന്നെങ്കിൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ ആ ഒരു സ്റ്റൈല് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് മാറ്റിയിട്ട് ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങറിനെ വെച്ച് ലെഫ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് വിങ്ങർ ഇല്ല, യമാല് മാത്രമേ ഉള്ളൂ. സോ ജാനുവരിയിൽ അഡീഷൻ നടത്തിയില്ലെങ്കിൽ ബാർസ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ആവും, യമാല് കൂടുതൽ ഫോഴ്സ്ഡ് ആയിരിക്കും റെഗുലർലി സ്റ്റാർട്ട് ചെയ്യാൻ. ഇത് സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയട്ടെ. നമ്മുടെ ആർസണലിൽ സാക്കയുടെ സിറ്റുവേഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സാക്കനെ ടീമിലെടുത്തപ്പം സാക്ക ചെറിയൊരു നല്ല പെർഫോമൻസ് കൊടുത്തപ്പം ആ ടീമിൽ കളിപ്പിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. അവിടെ നിന്നാണ് ഇപ്പം ലെറ്റ്സ് സേ ഇപ്പൊ ഒരു 3 years ഡൗൺ ദ ലൈൻ ഇപ്പൊ വെന്യേരിയുടെ വന്ന സമയത്താണ് ഈ ടൈപ്പ് ഓഫ് ടീമിലാണ് സാക്കന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സാക്ക ഇത്ര പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്രയും
ഒരു എല്ലാ കളിയിലും ഫുൾ ഫ്ലെഡ്ജിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഡെസ്പറേറ്റ് ആയിരുന്നു, അവിടെ ഒരു പ്ലെയറിനെ വേണം. അതുപോലെയാണ് ഇപ്പൊ ബാർസയുടെ സിറ്റുവേഷൻ. ഡെസ്പറേഷൻ ആണ് ആ പ്ലെയർ, അത് മാത്രമല്ല ഹിസ് പെർഫോമൻസ്. രണ്ടുപേരുടെയും ആ ഒരു സിറ്റുവേഷൻ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ചെയ്തത്. യെസ്, അത് അല്ല സിറ്റുവേഷൻ നമുക്ക് ആ ഒരു സിമിലാരിറ്റി ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ബട്ട് ദെൻ ബാർസലോണയുടെ എക്സ്പെക്ടേഷൻസ് പറയുന്നത് അത്ര ഹൈ ആണ്. ഞാൻ പറയുന്നത് ആ ടൈമിൽ ആർസണലിന്റെ എക്സ്പെക്ടേഷൻ അത്ര ഹൈ അല്ലായിരുന്നു എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ടോപ്പ് 4 എന്നുള്ള ഇതിലോട്ട് വേണ്ടിയായിരുന്നു. പക്ഷെ ബാർസലോണയെ സംബന്ധിച്ച് ലാ ലീഗയും ചാമ്പ്യൻസ് ലീഗിൽ ഒരു സെമി ആണ് അവരുടെ ഒരു മിനിമം എക്സ്പെക്ടേഷൻസ്. അവരുടെ ഫാൻസും അതേപോലെ തന്നെ ബാക്കി റൈവൽ ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കൺസിഡറിങ് ബാർസലോണയുടെ സ്റ്റേച്ചർ. ഓക്കെ, ഇനി നമുക്ക് മെഡ്രിഡിലോട്ട് കൂടെ പോവാം. ബ്രോയുടെ പേര് പിന്നെ പറഞ്ഞു അത്തർ ബ്രോ. യെസ്, അപ്പം മെഡ്രിഡ് ഇന്നലെ അങ്ങനെ ജയിച്ചു, 3-0 ആയിരുന്നു. വിനീഷ്യസ് ഇപ്പൊ ഇഞ്ചർഡ് ആണല്ലോ, വിനീഷ്യസ് ഇപ്പൊ ഇഞ്ചർ പറ്റിയിരിക്കുന്നു. യെസ്, അപ്പം ഇന്നലത്തെ ഞാൻ മാച്ച് നോക്കിയില്ല, ഞാൻ അതിന്റെ സ്കോർ ലൈൻ ഒന്നും കണ്ടില്ല. എംബാപ്പെ സ്കോർ ചെയ്ത് കേട്ടു. യെസ്, പറയൂ ബ്രോ, മെഡ്രിഡിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഗായ്സ്, എനിക്കൊരു ചെറിയൊരു കാര്യം പറയാനുള്ളതാണ്. നമ്മളെല്ലാവരും സംസാരിക്കാത്ത എല്ലാവരും ഓഡിയോ മ്യൂട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നത്. കാരണം എന്താണ്, ഞങ്ങൾ പണ്ട് ഈ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ വേറെ രാജ്യങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരല്ലേ, ഇപ്പൊ ഒരുപാട് പിങ്ങിന്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് പറഞ്ഞോളൂ, ചില സമയത്ത് എക്കോ വരുന്നുണ്ട്, അപ്പൊ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അരോചകമായി തോന്നണ്ടല്ലോ, അങ്ങനെ പറഞ്ഞോ. അപ്പോ എനിക്ക് ഇന്നലത്തെ കളി കണ്ട് സത്യത്തിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ എംബാപ്പനെ ഒരു ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കാനാണ് ആഞ്ചലോട്ടി തയ്യാറായത്. വിനീഷ്യസിനെ കുറച്ചുകൂടി സെൻട്രലിൽ കൊണ്ടുവന്നു. അപ്പോ അതുകൊണ്ട് എന്താ തന്നെ എംബാപ്പെ കുറച്ചുകൂടി ബോൾ ക്യാരിങ് നടത്തി. എംബാപ്പയുടെ ഭാഗത്ത് കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ടുള്ള മൂവ്സ് വന്നു. മാത്രമല്ല വിനീഷ്യസ് മച്ച് ബെറ്റർ ആയിട്ട് സെൻട്രലി ഓപ്പറേറ്റ് ചെയ്യുന്നത് കണ്ടു. കുറച്ചുകൂടി നല്ല ഹോൾഡ് അപ്പ് പ്ലേ ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ബെല്ലിംഗാം, ആ വിനീഷ്യസ് സെൻട്രലിലേക്ക് വന്നപ്പോൾ ബെല്ലിംഗാമിന് തന്നെ കുറച്ചുകൂടി ഒരു എന്താ പറയുക, ലിങ്കപ്പ് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വന്നു. അതുപോലെ ബെല്ലിംഗാം ആയിരുന്നു ഇന്നലെ ആ പിച്ചിലെ ബെസ്റ്റ് പ്ലെയർ. നമ്മള് ഈ സീസണിൽ ഇതുവരെ ഗോൾ നേടാത്ത ജൂഡ് ബെല്ലിംഗാം കഴിഞ്ഞ 2 കളിയിലും 2 ഗോൾസ് സ്കോർ ചെയ്തു. അപ്പൊ ബെല്ലിംഗാമിന്റെ ഒരു ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ള തിരിച്ചുവരവ്, അത് ഭയങ്കര പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ വിനീഷ്യസ് 3 വീക്സ് ഔട്ടാണെന്നാ പറയുന്നത്. ഈ 3 വീക്സിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാല് ലിവർപൂൾ എവയുണ്ട്, പിന്നെ അറ്റ്ലാന്റ എവയുണ്ട്. ഇത് രണ്ടും ഒട്ടും ഈസി ആയിട്ടുള്ള ഫിക്സ്ചേഴ്സ് അല്ല. ഈ 2 കളിയും ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര സീനാണ്. ഇപ്പോ റയൽ മാഡ്രിഡിന് ആകെ 4 കളിയിൽ നിന്ന് 6 പോയിന്റ് മാത്രമേ ഉള്ളൂ UCL. അപ്പോ ക്വാളിഫയിങ് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ വരുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഇന്നലത്തെ മാച്ചിൽ പ്രതീക്ഷ നൽകിയ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഡാനി സെബായോസിന്റെ അടക്കമുള്ള ഒരു മിഡ്ഫീൽഡിന്റെ പെർഫോമൻസ് ആയിരുന്നു. കമവിംഗ നല്ല രീതിയിൽ കളിച്ചു, അത്യാവശ്യം നല്ല രീതിയിൽ പ്രസ് റെസിസ്റ്റന്റ് ആയിരുന്നു. പിന്നെ ഡാനി സെബായോസ് ആ മിഡ്ഫീൽഡിലേക്ക് വന്നു. പുള്ളി പൊതുവെ അറിയാലോ ആഴ്സണൽ ഫാൻസ്, ഞാൻ എന്റെ ബ്രദറിനോടൊക്കെ പറയും പുള്ളി ഞാൻ ആഴ്സണലിലേക്ക് കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര മോശം പ്ലെയർ ആണ്. പൊതുവെ പ്രീമിയർ ലീഗ് ഫാൻസ് ഭയങ്കര അണ്ടർ റേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ഡാനി സെബായോസ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ ആണ്. പുള്ളി നല്ല രീതിയിൽ പ്രസ് ഒക്കെ ചെയ്യുന്ന ഇന്നലെയൊക്കെ കളിയിലേക്ക് പുള്ളി ഒരുപാട് നല്ല ബോൾ റിക്കവറീസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ശരിക്കും ക്രൂസുവിന്റെ പ്രൊഫൈലുമായിട്ടൊക്കെ കുറച്ചൊന്ന് മാച്ച് ആവുന്ന ഒരു പ്ലെയർ ആണ് പുള്ളി. ഇന്നലെയൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചു. പിന്നെ അത്യാവശ്യം നല്ല പാസിംഗ് റേഞ്ച് ഒക്കെ ഉള്ള ഒരു പ്ലെയർ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ മോഡ്രിച്ചിനെ ഇറക്കാതെ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ലിവർപൂൾ മാച്ചിന് മോഡ്രിച്ചിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ചിലപ്പോൾ മോഡ്രിച്ചിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സെബായോസിനെ കളിപ്പിച്ചു. പക്ഷെ സെബായോസ് ഇന്നലെ പുറത്തെടുത്ത ഒരു പെർഫോമൻസ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ സെബായോസിനെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പറഞ്ഞാൽ ഫെഡെ വാൽവർഡെ നമുക്കറിയാം ലൂക്കാസ് വാസ്കസ് ഇഞ്ചേർഡ് ആയിട്ട് ഇപ്പൊ റൈറ്റ് ബാക്ക് ആയി കളിക്കുകയാണ്. അതുപോലെ ഫെഡെ ഇന്നലെ ക്യാപ്റ്റന്റെ ആംബാൻഡുമായിട്ടാണ് കളിച്ചത്. ആദ്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ട് എന്റെ ഡ്രീം എന്ന് പറഞ്ഞ റയൽ മാഡ്രിഡിന്റെ ക്യാപ്റ്റൻ ആവുക എന്നുള്ളതാണ്. അപ്പൊ ഫെഡെ ഒരുപാട് പ്രോഗ്രസീവ് പാസുകൾ കൊടുത്ത് നല്ല അറ്റാക്കിങ്ങിലേക്ക് നന്നായിട്ട് ഇൻവോൾവ് ചെയ്തിരുന്നു. അതുപോലെ വിനീഷ്യസ് പലപ്പോഴും ബെല്ലിംഗാം മിഡിലേക്ക് വരുമ്പോൾ വിനീഷ്യസ് റൈറ്റ് ഹാഫ് സ്പേസിലേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഫെഡെ വരുന്നു, നല്ലൊരു പ്ലേ തന്നെയായിരുന്നു. അതുപോലെ ഇബ്രാഹിം ഡിയാസ് അസാധ്യമായ ഫോമിലാണ് ഇന്റർനാഷണൽ ബ്രേക്കിൽ. അപ്പൊ ഡിയാസ് ഒക്കെ കത്തിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ലിവർപൂൾ മാച്ചിൽ ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ അപ്പോഴും ലിവർപൂളിന്റെ ആ ഒരു കംബാക്കില് വളരെ ഒരു ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു. അസാധ്യമായ ഒരു കംബാക്ക് ഒക്കെ. ലിവർപൂളും നല്ല റെഡ് ഹോട്ട് ഫോമിലാണ്. സലയുടെ ഒക്കെ ഇപ്പോഴത്തെ ഫോം പറയാതെ വയ്യ. അപ്പോ അത് ശരിക്കും കൺസേണിങ് തന്നെയാണ്. പ്രത്യേകിച്ച് വിനീഷ്യസ് ഔട്ട് ആകുമ്പോ ഇപ്പോ എന്താ പറയാ, റയൽ മാഡ്രിഡ് വിനീഷ്യസിന് ഡിപ്പെൻഡന്റ് ആണ്. നമുക്ക് പറയണം ആഴ്സണൽ സാക്കേനെ ഡിപ്പെൻഡന്റ് ആണ്, ബാഴ്സ യമാലിന് ഡിപ്പെൻഡന്റ് ആണ്. നമ്മുടെ ക്ലബ്ബുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വിങ്ങറിനെ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ്. അത് നമുക്കിപ്പോ എംബാപ്പേനെങ്കിലും കളിപ്പിക്കാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു മൊത്തത്തിലുള്ള സിസ്റ്റവും കാര്യങ്ങളൊക്കെ വിങ്ങർമാരെ ഫോക്കസ് ചെയ്താണ് കൂടുതലും നിൽക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളപ്പം മേ ബി അതൊക്കെ ആയിരിക്കാം കാര്യം. പക്ഷെ
അപ്പൊ മെഡ്രിഡിന്റെ കേസ് വരുമ്പോ നാളെ മറ്റന്നാളാണെന്ന് തോന്നുന്നു മെഡ്രിഡിന്റെ മാച്ച് അല്ലേ? വെനസ്ഡേ ആണ് ലിവർപൂൾ ആയിട്ടുള്ള മാച്ച് എന്നെ വെനസ്ഡേ. അപ്പൊ ഒരു ബിഗ് ഗെയിം ആണ് ലിവർപൂൾ ആയിട്ട് വരുന്നത്. സോ എനിക്കറിയാം ഇപ്പോഴത്തെ ലിവർപൂളിന്റെ ഒരു ഫോം വെച്ചിട്ട് ഇറ്റ്സ് എ വെരി ടഫ് ഗെയിം. അതും എവിടെയാണ് നിങ്ങൾ ഇത് പക്ഷെ എന്താ പറഞ്ഞാ ഈ ആൻഫീൽഡിൽ നമ്മൾ പറയുമ്പോഴും ഇതേപോലെ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ സീസൺ നമ്മൾ കണ്ടതാണ്. റിയൽ മാഡ്രിഡ് എനിക്ക് ആൻഫീൽഡിൽ പോയിട്ട് തന്നെയാണ് കഴിഞ്ഞ സീസണോ അതിന് മുന്നത്തെ സീസണോ 5-2 അല്ലെ ജയിച്ചത് നിങ്ങള് 2-0 ഡൗൺ ആയിട്ട്. അതെ, റയലിനെ പറ്റി പറയാറുണ്ട് ഈ ആൻഫീൽഡ് പ്രഷർ ബാധിക്കാത്ത ഒരു ടീം റയൽ മാഡ്രിഡ് ആണെന്ന് പൊതുവെ പറയാറ്. ഈ റയൽ മാഡ്രിഡിന്റെ ഒരു ഇത് പറയാറ് ഈ പ്രഷർ വരുമ്പോ ഇവർ റിക്കവർ ആവുമെന്ന് പറയാറുണ്ട്. എന്താ പറയാ, ഈ പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള എബിലിറ്റിയാണ് എർഗൻ ക്ലോപ്പ് തന്നെ പറഞ്ഞു. അതാണ് റയൽ മാഡ്രിഡിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയാറ്. പക്ഷെ ഈ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നില്ല റയൽ മാഡ്രിഡിന് ചെറിയ മെന്റാലിറ്റി ഇഷ്യൂസ് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പലപ്പോഴും ഇവരൊരു ഗോള് കൺസീഡ് ചെയ്ത് കഴിഞ്ഞാല് പിന്നീട് എന്താ പറയാ ഭയങ്കരമായിട്ട് പോയി പ്രസ് ചെയ്യുന്നു. പക്ഷെ റയൽ മാഡ്രിഡ് അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് പ്രസ് ഉള്ള ഒരു ടീമല്ല. അപ്പോ എന്താ പറഞ്ഞാൽ ഒരുപാട് ഔട്ട് ഓഫ് പൊസിഷൻ ആവുന്നു. ഇപ്പൊ റൂഡിഗറും മിൽറ്റാവും ഒക്കെ ഭയങ്കരമായിട്ട് ഔട്ട് ഓഫ് പൊസിഷൻ ആവുന്നുണ്ട്. അപ്പോ ഒപ്പോണന്റ് ടീംസ് വീണ്ടും വീണ്ടും ഗോൾ സ്കോർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ചിലർ പറയുന്നുണ്ട് ഇതൊരു മെന്റാലിറ്റി ഇഷ്യൂസ് ആണ്. പിന്നെ എന്താ പറയാ ഇത്രയും ടൈറ്റിൽസ് അടിച്ചപ്പോ ഒരു കംപ്ലേസൻസി ഒക്കെ വരുന്നുണ്ട്. ഒരു സ്ക്വാഡിന്റെ ഒരു എന്താ പറയാ ഒരു വിന്നിങ് മെന്റാലിറ്റി നഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ ആൻഫീൽഡ് ശരിക്കും പറഞ്ഞാല് റയൽ മാഡ്രിഡ് ബോർഡൊക്കെ ഒരു ഫൈനൽ പോലെ തന്നെയാണ് ഈ ആൻഫീൽഡ് മാച്ചിനെ കാണുന്നതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലുള്ള ഇൻവോൾവ്മെന്റ് പോലും ഡിസൈഡ് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടർ ആയിരിക്കും ഈ ഒരു ആൻഫീൽഡ് മാച്ച് എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പോഴത്തെ ഒരു റൺ ഓഫ് ഫോം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കൺസേണിങ് ആണ് ഈ ഒരു മാച്ച് നോക്കുമ്പോൾ. നമുക്കറിയാം ഇനിയിപ്പോ നമുക്കൊരു പ്രോപ്പർ റൈറ്റ് ബാക്ക് ഇല്ല. ലൂക്കാസ് വാസ്കസ് തിരിച്ചു വരുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ലൂക്കാസ് വാസ്കസ് തിരിച്ചു വരുന്നത് ഒരു കൺസേൺ ആണ്. ലൂക്കാസ് വാസ്കസിനൊക്കെ ഇപ്പോഴത്തെ ഒരു ഫോമിൽ നമുക്കറിയാം ലൂയിസ് ഡിയാസിനെതിരെ കിട്ടി കഴിഞ്ഞാല് ഇതൊരു ഭയങ്കര മോശം സംഭവമായിരിക്കും അവിടെ വരാൻ പോകുന്നത്. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് നമുക്കറിയാം സെന്റർ ബാക്ക് റൗൾ അസെൻസിയോ. അദ്ദേഹവും ഒരു പുതിയ പ്ലെയർ ആണ്. ഇപ്പൊ 2 മാച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളൂ. ഇന്നലത്തെ മാച്ചിൽ അസെൻസിയോ നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ പുള്ളി ശരിക്കും നല്ല രീതിയിൽ ബോൾ പ്രോഗ്രസിങ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. ശരിക്ക് എന്നെ പലപ്പോഴും അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു സ്പാനിഷ് പ്ലേയേഴ്സിന്റെ അവരുടെ ഒരു പാസിംഗ് റേഞ്ച്, ഒരു എന്താ പറയാ ഒരു പ്രഷറിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവരുടെ ഒരു എബിലിറ്റി. എനിക്ക് തോന്നുന്നു ഒരു സ്പെയിന്റെ ഒരു ഫുട്ബോൾ കൾച്ചറിന്റെ ഒരു ക്വാളിറ്റിയാണ് തോന്നുന്നു. ഈവൻ നമുക്ക് ഈ ബാഴ്സയുടെ അക്കാഡമി പ്ലേയേഴ്സ്, റയലിന്റെ അക്കാഡമി പ്ലേയേഴ്സ് അവർക്ക് എന്തോ ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ഈവൻ ഫസ്റ്റ് ടീമിൽ റെഗുലറായിട്ട് ഫീച്ചർ ചെയ്യാത്ത പ്ലേയേഴ്സിന് പോലും ആ ഒരു പാസിംഗ് റേഞ്ച് ഒക്കെ പലപ്പോഴും പറയാറുണ്ട് ആ ഒരു സ്പാനിഷ് പ്ലേയേഴ്സിന്റെ. അപ്പോ അതുപോലെ പറയുകയാണെങ്കിൽ ഇപ്പോൾ സലയുടെ ഒരു ഫോം നമുക്കത് ലിവർപൂളിനെതിരെ നമുക്ക് കളിക്കുമ്പോൾ എപ്പോഴും ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫെർലാൻഡ് മെൻഡി ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസീവ് ലെഫ്റ്റ് ബാക്ക് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ മെൻഡി പലപ്പോഴും സലയെ ന്യൂട്രലൈസ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയി മാറാറുണ്ട്. പക്ഷെ ഈ സീസണിൽ ഫെർലാൻഡ് മെൻഡി ഭയങ്കര ഔട്ട് ഓഫ് ഫോം ആണ്. പലപ്പോഴും ഇപ്പം ആഞ്ചലോട്ടി തന്നെ ഫ്രാങ്ക് ഗാർസിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ലിവർപൂൾ മാച്ചിന് എന്തായാലും ഫെർലാൻഡ് മെൻഡി തിരിച്ചു കൊണ്ടുവരും. പക്ഷെ മെൻഡി ഭയങ്കര ഔട്ട് ഓഫ് ഫോം ആണ്. മോസാലക്കെതിരെ ഇപ്പോ നമുക്കറിയാം സാലയുടെ പേസ് ഒട്ട് കുറഞ്ഞിട്ടുമില്ല. പുള്ളി ഒരു പ്ലേ മേക്കർ എന്നുള്ള രീതിയിൽ പുള്ളി മൊത്തം എന്താ പറയാ ഒരു ഗെയിം കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് സാല ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. മാത്രമല്ല പുള്ളിയുടെ കോൺട്രാക്ട് എൻഡ് ചെയ്യാണ്. അപ്പോ അതിന്റെ ഒരു പ്രഷർ കൂടി ഉണ്ട്. ഇപ്പോ സാല ഒരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു, നിങ്ങൾ കണ്ടിരുന്നു? ഇതുവരെ ലിവർപൂൾ ഒരു കോൺട്രാക്ട് ടോക്സ് പോലും ഓഫർ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ബോർഡിനും പുള്ളി പ്രഷർ ചെലുത്താൻ വേണ്ടിയിട്ട്. അപ്പോ സാലയ്ക്കും അത്തരം ഒരു എയിമും കൂടി ഉണ്ട്. അപ്പോ ഒരു അസാധ്യമായ ഫോമിലാണ് സാല കളിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര കൺസേണിങ് തന്നെയാണ്. ഈ 2 ഫുൾ ബാക്ക് സിറ്റുവേഷൻ റയൽ മാഡ്രിഡിന് ഭയങ്കര കൺസേൺ ആണ്. അത് ഒരു ഭയങ്കര കൺസേൺ, അതായത് എനിക്ക് ഭയങ്കര ബാഫ്ലിംഗ് ഒരു ഡിസിഷൻ. അല്ലെങ്കിൽ എന്താ ഒരു ഓണേഴ്സിനെ സംബന്ധിച്ച് ഇത്രയും എങ്ങനെ ഈ മുഹമ്മദ് സല എന്ന് പറയുന്നത് കറന്റ്ലി ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ ടോപ്പ് 2 ടോപ്പ് 3 പ്ലെയേഴ്സ് ഇൻ ദ വേൾഡ് നിൽക്കുന്ന ഒരു പ്ലെയർ കോൺട്രാക്ടിന് വേണ്ടി വന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഒരു നാണക്കേടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഐ തിങ്ക് ലിവർപൂൾ FSG കുറച്ചുകൂടെ ആ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ ഫോക്കസ്. കാരണം ഈ സീസണിൽ അവരുടെ ഈ ഫോമിലും ഇപ്പോഴത്തെ പലപ്പോഴും അവരുടെ ആ ഒരു രക്ഷകനായി വന്നത് മൊത്തം സാല തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാലയായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആ ഒരു എക്സ്പീരിയൻസ് ആണ് അവർ ഇപ്പോഴും ടോപ്പിൽ നിർത്തുന്നതെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. എനിവേ കമ്മിങ് ടു ദീപക് ബ്രോ, നമുക്ക് ആർസണലിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആർസണലിന്റെ കഴിഞ്ഞ സൗത്ത് ആംപ്ടൺ മാച്ച് നമ്മൾ കണ്ടിരുന്നു. ഒരു നോട്ടിംഗം സൗത്ത് ആംപ്ടൺ ലിവർപൂൾ ആയിരുന്നു. സോറി, നോട്ടിംഗമായിട്ട് 3-0 ഒരു നല്ല പെർഫോമൻസും ഒഡേഗാർഡ് തിരിച്ചു വന്നു. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇനി UCL വരുവാണ്.
ഒരു ടഫ് അവേ ഫിക്സർ ആണ് വരുന്നത് സ്പോർട്ടിംഗ് ലിസ്ബൺ ആയിട്ട്. ഇപ്പൊ നമ്മുടെ കറന്റ് മാൻ യുണൈറ്റഡ് മാനേജർ ആയിരുന്ന അമോറിം ആയിരുന്ന എക്സ് മാനേജർ ആയിരുന്ന ഒരു ടീമാണ്. അവിടെ നല്ല വൺ ഓഫ് ദ ഡേഞ്ചർ പ്ലെയർ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, വിക്ടർ ഗൈക്കോറസ്. പുള്ളിയെ ലോക്ക് ചെയ്യാൻ നമ്മുടെ ഇപ്പോഴത്തെ ഡിഫൻസിന് പറ്റുമോ എന്നുള്ള ഒന്ന്. മറ്റൊന്ന് സ്പോർട്ടിംഗ് പോലുള്ള ക്ലബുകളുടെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അവരുടെ എൻവയോൺമെന്റ് ആണ്, അവരുടെ ഹോസ്റ്റൈൽ എൻവയോൺമെന്റ് ആണ്. അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആംബിയൻസ് ഉണ്ട്. അത് നമ്മുടെ ഈ പ്ലേയേഴ്സിനെ അത് എത്രത്തോളം ബാധിക്കും. കാരണം ഞാൻ ഇന്നൊരു സ്റ്റാറ്റ്സ് കണ്ടു. പോർച്ചുഗൽ അവേ മാച്ചസിൽ ആർസനലിന് ആകെ ഒരു ജയം മാത്രമേ ഉള്ളൂ. ബാക്കി ഇത്ര 6 ഡ്രോയും 4 തോൽവിയും അങ്ങനെ എന്തോ ഒരു സ്റ്റാറ്റ്സ് ആയിരുന്നു. വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റാറ്റ്സ് ആണ്. അപ്പം അതിനെ കുറിച്ച് എന്താണ് ദീപക് ബ്രോന് പറയാനുള്ളത്? പഴയ സ്റ്റാറ്റ്സ് വെച്ച് നോക്കി ഞാൻ അത്രയും പറയുന്നില്ല. ലൈക്ക് ഗെയിംസ് ദാറ്റ് ഇസ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. ബട്ട് ഈ വർഷത്തെ നമ്മുടെ UCL നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇന്റർ മിലാനായിട്ട് നമ്മൾ 1-0 തോറ്റു. അറ്റ്ലാന്റ ഡ്രോ ഉണ്ട്. സോ UCL പെർഫോമൻസ് വെച്ച് നോക്കിയാൽ ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് അറ്റ്ലീസ്റ്റ് ടു ദ ലോവസ്റ്റ് മിനിമം ഒരു ഡ്രോ പിടിച്ചേ പറ്റൂ. വി നോ ആ സിറ്റി ആയിട്ടുള്ള ഗെയിമിൽ അവർ 4-1 ഗൈക്കോറസിന്റെ പെർഫോമൻസും എല്ലാം നമുക്കറിയാം. UCL വെച്ച് നോക്കുമ്പോൾ അഗെയിൻസ്റ്റ് എ പ്രീമിയർ ലീഗ് സ്ക്വാഡ് വിത്ത് മോർ സ്ക്വാഡ് ഡെപ്ത് ഒക്കെ ഉള്ള ഒരു ടീമിന്റെ അടുത്ത് ദേ പെർഫോംഡ് എക്സ്ട്രീംലി വെൽ. അവർ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു സിറ്റുവേഷനിൽ അവർ ഫോം, പിന്നെ ആമറോൺ പോയാലും അവർ കഴിഞ്ഞ ദിവസം അവരുടെ ലീഗിൽ അവർ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. നല്ല ഗോൾസ് ഒക്കെ സ്കോർ ചെയ്ത് അവർ എക്സ്ട്രീം ആയിട്ട് നിൽക്കുന്ന സമയമാണ്. സോ ഫോം വൈസ് നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ 1 സ്റ്റെപ്പ് അഹെഡ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ഹോം അഡ്വാൻറ്റേജ് ആണ് അവർക്ക്. സോ വി ആർ ഓൺ ദ ബാക്ക് ഫുട്ട്. ഫസ്റ്റ് തന്നെ ബാക്ക് ഫുട്ടിലാണ് നമ്മൾ പോകുന്നത് അങ്ങോട്ടേക്ക്. പക്ഷെ പോസിറ്റീവായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ലൈൻ ഇപ്പം ലൈക്ക് ടിംബറും കാലിഫിയോറിയും ഉണ്ട്, പിന്നെ സലീബ, ഗബ്രിയൽ. അതൊരു ബാക്ക് ഫോർ ഇപ്പം ഈ സീസണിന് വേണ്ടി അത് പ്രോപ്പർലി സെറ്റായ ഒരു ബാക്ക് ഫോർ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഈ സീസൺ മൂവിങ് ഫോർവേഡ് അതായിരിക്കും നമ്മുടെ ബാക്ക് ഫോർ എന്നുള്ള സിറ്റുവേഷൻ. അപ്പം അതൊന്ന് ഇതായി. പിന്നെ ഒഡേഗാർഡിന്റെ റിട്ടേൺ ഉണ്ട്. സാക്കയുടെ ഫോം കഴിഞ്ഞ ദിവസത്തെ കളിയിൽ കാണാം. സോ റൈറ്റ് സൈഡ് ഓക്കെ. ലെഫ്റ്റ് വിങ് നമുക്ക് ആരെ കളിപ്പിക്കും? മേ ബി സ്റ്റെർലിങ്ങിനെ ഇറക്കുവോ, അതോ ട്രൊസാർഡിനെ വെച്ച് അല്ലെങ്കിൽ മാർട്ടിനലി വെച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്നായിരിക്കും. കാരണം നമുക്ക് ഇവിടെ എന്തായാലും ഫുൾ ഓൺ പ്രഷർ ഇട്ട് നമുക്ക് കളിക്കാൻ പറ്റില്ല, പ്രസ് ചെയ്ത് കളിക്കാൻ പറ്റില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ കൗണ്ടർ ചെയ്തിട്ട് അവർ ഗോൾ സ്കോർ ചെയ്യും. സോ ഇത്തിരി പ്രൊആക്റ്റീവ് ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നിന്ന് ഡിഫെൻസീവ്ലി ഒന്ന് സ്ട്രോങ് ആയിട്ട് വേണം കിട്ടുന്ന ചാൻസ് അറ്റാക്ക് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യാന്നേ ഉള്ളൂ. സോ ചാൻസസ് ആർട്ടറ്റ ഒരു കോഷ്യസ് മൈൻഡ് സെറ്റിലായിരിക്കും ഇപ്രാവശ്യം പോകുന്നത്. അത് കുറച്ചുകൂടെ ഒരു അറ്റാക്കിംഗ് ഇത് കൊടുക്കോ, അറ്റാക്കിംഗ് പ്രാധാന്യം കൊടുക്കോ, എന്തായിരിക്കും? ഇനീഷ്യൽ 10 minutes എന്തായാലും ഗെയിമിൽ അറ്റാക്കിംഗ് നോക്കാൻ ചാൻസ് ഇല്ല, പ്രഷർ ഇട്ട് നോക്കില്ല. പിന്നെ അവർ കളിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നോക്കിയിട്ട് വേണം ആർട്ടറ്റ പ്ലാൻസ് ഇടാൻ ചാൻസ് ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് തന്നെ ഔട്ട് ആൻഡ് ഔട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നു. അവേ ഗെയിമും ആണ്, ഈ ലോസ് പാടില്ല എന്ന സിറ്റുവേഷൻ. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഗോൾ കൺസീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവേ ഗെയിം ആയതുകൊണ്ട് കുറച്ചും കൂടെ പാടായിരിക്കും സ്കോർ ചെയ്യാൻ. സോ ഇനീഷ്യലി അവരെ കൊണ്ട് സ്കോർ ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ട് പിന്നെ മേ ബി സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടെ അറ്റാക്ക് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു തോന്നല്. കൺസിഡറിങ് നമ്മുടെ ഫോമും കൂടെ നോക്കണം. കാരണം ഒരു കളി ജയിച്ചെന്നും പറഞ്ഞ് വി ആർ ബാക്ക് ഓൺ ട്രാക്ക് എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു കൺസിസ്റ്റന്റ് പേസിൽ ഒരു 4-5 കളി അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പൊ ഒരു കളി ജയിച്ചെന്നും പറഞ്ഞിട്ട് നമ്മൾ ഫുള്ളി സെറ്റായി എന്ന് പറയാനും പറ്റാത്ത അവസ്ഥയാണല്ലോ. അപ്പം നോക്കണം, ഒരു ബാക്ക് ഫുട്ടിൽ ഇറങ്ങിയിട്ടൊന്ന് നോക്കിയിട്ട് പിന്നെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇറ്റ് ഷുഡ് ബി ബെറ്റർ ഫോർ ദ ടീം. അല്ലാണ്ട് പിന്നെ സ്ക്വാഡിൽ ചേഞ്ചസ് വരാൻ എനിക്ക് ചാൻസ് ഇല്ല. കാരണം റൈസ് ചിലപ്പം തിരിച്ചു വരുമായിരിക്കും സ്ക്വാഡിൽ. പിന്നെ പാർട്ടെ ചിലപ്പം റൈസ്, പാർട്ടെ, ഒഡെഗാർഡ് ആയിരിക്കണം ഈ കളി. ഇറക്കിയില്ലെന്നുള്ളൂ, ബെഞ്ചിലുണ്ടായി. റൈസ് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. റൈസ്, പാർട്ടെ, ഒഡെഗാർഡ് ആയിരിക്കണം. പിന്നെ ലെഫ്റ്റ് വിങ്ങിൽ മാർട്ടിനെല്ലി അല്ലെങ്കിൽ സ്റ്റെർലിംഗ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. അതർ ദാൻ ദാറ്റ് ഹാവേർട്സ് ഫ്രണ്ടിലായിരിക്കും ഇറങ്ങുന്നത്. കാരണം ഹാവേർട്സിനെ കഴിഞ്ഞ കളി ഇറക്കി യൂട്ടിലൈസ് ചെയ്തില്ല. മേ ബി ബിക്കോസ് ഈ കളിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനായിരിക്കും, റെസ്റ്റ് കൊടുത്തതായിരിക്കും. സോ ഹാവേർട്സിനെ. സോ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്.
യെസ്, ആകാശ് ബ്രോയിലോട്ട് വരാം. അപ്പം ഇപ്പം നമ്മൾ ബാഴ്സയെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം നാളത്തെ ചാമ്പ്യൻസ് ലീഗ് ഫിക്സ്റ്റേഴ്സ്, നാളെ മറ്റന്നാളുമായിട്ട് വരുന്ന റയൽ മാഡ്രിഡും ആർസണലിന്റെ ഫിക്സ്റ്റേഴ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? റയൽ മാഡ്രിഡ് ആർസണൽ ഫിക്സ് ബാർസലോണയുടെ കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. റയൽ മാഡ്രിഡ് ആർസണലിന്റെ കാര്യം ഇപ്പം ദീപക് ബ്രോ പറഞ്ഞ പോലെ പറയാനുള്ള എന്നാന്ന് പറഞ്ഞാൽ ഒരു വിഷയം യുമാർക്ക് ടൈം ഓൺ ദ ബോൾ കൊടുത്ത വിഷയമാണ്. ഇപ്പം അമോറിയം പോയെന്ന് പറഞ്ഞാലും ഇപ്പം സിറ്റ് ബാക്ക് ചെയ്യാൻ പോയാലും മേക്ക് ഷുവർ സ്പേസസ് ലിമിറ്റഡ് ആക്കുവാണ്. കാരണം അവരുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ക്വണ്ടയും ട്രിൻകോയും തമ്മിലുള്ള കോമ്പിനേഷൻ കിടിലാണ്. സോ അവർക്ക് അവിടെ ഗെയിം മെനയാനായിട്ട് പോയാൽ അവരെ ടൈം ഓൺ ദ ബോൾ കൊടുത്ത വിഷയമാണ്. പിന്നെ ഡിമോണ്ടെ ആണെങ്കിലും അതുപോലെ തന്നെ ഇനിയാഷോ ആണെങ്കിലും മിഡ്ഫീൽഡ് ഹുൽമുണ്ട് ആണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ഇപ്പം കോൺസാലസ് ഉണ്ട്, അതുപോലെ തന്നെ ഗോയക്കസ് ഒക്കെ നമുക്കറിയാം ബോക്സിലൊക്കെ എന്തുമാത്രം ഡേഞ്ചർ ആണ്. സോ ആർസണൽ ഇപ്പൊ ദീപക് ബ്രോ പറഞ്ഞ പോലെ പ്രാഗ്മാറ്റിക് ആവുന്നത് ബെറ്റർ ഐഡിയ തന്നെയാണ്. ഫസ്റ്റ് 20-25 മിനിറ്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുമൊക്കെ. പക്ഷെ അവർക്ക് ഓവർ ടൈം ഓൺ ദ ബോൾ ഉണ്ട്. എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് പൊസഷൻ കീപ്പ് ചെയ്ത് ഗെയിം കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം ഇവർക്ക് ടൈം ഓൺ ദ ബോൾ കൊടുത്താൽ വിഷയമാണ്. അത് സിറ്റി മാച്ച് കണ്ടവർക്ക് തന്നെ കാര്യം മനസ്സിലാവും. കാരണം അവരുടെ റൊട്ടേഷൻ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് ബ്രോ. അവരുടെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട് ത്രീയും വിത്ത് വൺ ഓഫ് ദ മിഡ്ഫീൽഡേഴ്സ് ഡബിൾ പീരീഡിൽ അവര് ഇന്റർചേഞ്ച് ചെയ്ത് കളിക്കും. നല്ലപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി റൺസ് നടത്തും. കൂടാതെ അവരുടെ വിങ് ബാക്സ് നല്ലപോലെ തന്നെ ഇപ്പം കൊണ്ടയാണെങ്കിലും അപ്പുറത്ത് മാക്സ് പിന്നാനോ അറോഹോ ആണ് അവരുടെ ലെഫ്റ്റ് കളിക്കുന്നത് ഉറുഗ്വേയുടെ. സോ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ് ഫോർവേഡ് റൈറ്റ് വിങ് ഫോർവേഡ്സ് ആണ് പ്ലേയിങ് ആസ് എ വിങ് ബാക്ക് റോൾ. സോ അവർക്ക് അറ്റാക്കിംഗ് ആസ്പെക്ട്സിന് നല്ലപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ കുറച്ച് കൺഫ്യൂസ് നമ്മൾ പറഞ്ഞാൽ ഈസി കേക്ക് വർക്ക് ആയിരിക്കത്തില്ല ഒരിക്കലും ഈ മാച്ച്. ഇപ്പൊ ചിലവർക്കായിരിക്കും സ്പോർട്ടിംഗ് വേണ്ടി ലക്ക് കൊണ്ടാണ് സിറ്റിക്ക് അഗേൻസ്റ്റ് അല്ല, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൈഡ് തന്നെയാണ് സിറ്റിയുടെ. ശരിയാണ്, ഔട്ട് ഓഫ് ഫോം സിറ്റിക്ക് ഉണ്ടായിരുന്നു. സിറ്റി പ്രോബബ്ലി നിങ്ങൾ ശ്രദ്ധിച്ചാണ് ആ മാച്ചിൽ അങ്ങോട്ട് കയറി ആദ്യത്തെ 10-20 മിനിറ്റ് പക്കായിട്ട് അറ്റാക്ക് ചെയ്തു. അവർ ഭയങ്കര വൾണറബിൾ ആയിരുന്നു. സോ അവർ അത്യാവശ്യം പ്രസ് ചെയ്ത് എക്സ്ട്രാ അഗ്രസീവ് പുഷ് ചെയ്യുന്ന ടീമാണ്. സോ സിറ്റി പ്രോബബ്ലി അവരുടെ ചാൻസുകൾ കൺവേർട്ട് ചെയ്യായിരുന്നു. ആദ്യത്തെ 20 മിനിറ്റ് മേ ബി ഒരു 2-3 ഗോൾ അടിക്കായിരുന്നു സിറ്റിക്ക്. കളി വേണം സിറ്റിയുടെ കയ്യിലാക്കായിരുന്നു. പക്ഷെ പിന്നീട് സിറ്റി കുറച്ച് വലിയാൻ തുടങ്ങിയപ്പോഴാണ് അവർ ഗെയിമിലോട്ട് വന്നത്. സോ ഇവർക്ക് അഗേൻസ്റ്റ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഡിഫൻസ് അഗേൻസ്റ്റ് സ്പോർട്ടിംഗ്. അതാണ് സ്പോർട്ടിംഗ് അഗേൻസ്റ്റ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ എന്ന് തോന്നുന്നു. ഒന്ന് ഗെയിം ഒന്ന് പഠിച്ച് കൺട്രോൾ ആക്കിയതിനു ശേഷം ദീപക് പറഞ്ഞ അറ്റാക്ക് ചെയ്യുക. ഡോൺ വെയിറ്റ് ചെയ്ത് മിസ്റ്റേക്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന നൈസ് ഒരു ഐഡിയ ആയിരിക്കും. ഐ തിങ്ക് ആർസണൽ ഡു ഹാവ് എ ചാൻസ് ഇൻ ദിസ് മാച്ച്. ഒരു വിക്ടറി ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. എനിക്ക് ലാസ്റ്റ് ആർസണലിന്റെ മാച്ച് കണ്ടിട്ട് ഞാൻ വളരെ ഇംപ്രസ്ഡ് ആയി. ഞാൻ ആ മാച്ച് കണ്ടിരുന്നു നോട്ടിയം ഫോറസ്റ്റിനെ കുറിച്ച് വളരെ ഇംപ്രസ്ഡ് ആയിരുന്നു. മേ ബി നമ്മൾ 2 വർഷം മുമ്പത്തെ ആ ഒരു ഗബ്രിയേൽ ജീസസ് തകർത്ത് കളിച്ചുകൊണ്ടിരുന്ന ആർസണൽ ലെവൽ ഓഫ് അന്നത്തെ ഒരു ഫ്രീ ഫ്ലോയിങ് മൂവ് ഒക്കെ 3-0 എന്ന് പറയാം. ശരിക്കും നല്ല മാർജിനിൽ ജയിക്കാൻ ആ കളി. സോ ആ ഒരു പോസിറ്റീവ് ഇമ്പാക്ടോടെ കളിക്കുകയാണെങ്കിൽ ബോയ്സ് ക്യാൻ ഗ്രൈൻഡ് എ വിക്ടറി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പത്തെ റയൽ ലിവർപൂൾ എനിക്ക് അറിയത്തില്ല. ഇപ്പൊ അത്ര ബ്രോ പറഞ്ഞ പോലെ തന്നെ അസെൻസിയോ ഫ്രാൻ ഗാർഷ്യ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഫ്രാൻ ഗാർഷ്യ റിയലി ഇംപ്രസീവ് ആയിരുന്നു കഴിഞ്ഞ 2 കളിയും. ഫ്രാൻ ഗാർഷ്യ മെൻഡിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അറ്റാക്കിംഗ് ആസ്പെക്ട്സിൽ ഭയങ്കര റിലീഫാണ്. ആളുടെ അണ്ടർലാപ്പിംഗ് ഓവർലാപ്പിംഗ് റൺസും ഒക്കെ എംബാപ്പയ്ക്കാണെങ്കിലും മിനിക്കാണെങ്കിലും അവിടെ ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ സാലയ്ക്ക് അഗേൻസ്റ്റ് വരുമ്പോഴേക്കും അവിടെ ഒരു ഇതുണ്ട്. എനിക്ക് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും പ്രോബ്ലി റയൽ മാഡ്രിഡ് എക്സാക്ട്ലി ബാക്ക് ആണോ എന്ന് അറിയാനായിട്ടൊരു ഐഡിയ ഉണ്ട്. കാരണം റയൽ കഴിഞ്ഞ 2-3 മാച്ചിൽ പ്രോബ്ലി ആൻസലോട്ടിയുടെ അണ്ടർ ഞാൻ ഇത്രയും അറ്റാക്കിംഗ് ഗെയിം ആൻസലോട്ടി കളിക്കുന്ന കണ്ടിട്ടില്ല. അതായത് ഇപ്പൊ ഈ റയൽ മാഡ്രിഡ് ടീം ഒരു മിഡ് ബ്ലോക്ക് സെറ്റ് ചെയ്ത് കളിക്കാനായിട്ടോ ഒപ്പോണൻസിന്റെ മിസ്റ്റേക്സിൽ ക്യാഷ് ഇൻ ചെയ്യാനായിട്ടോ പറ്റുന്ന ഒരു ടീം അല്ലാതെ ആൻസലോട്ടിക്ക് മനസ്സിലായത്. അതായത് നേരത്തെ ആൻസലോട്ടി ഒരു മിഡ് ബ്ലോക്ക് സെറ്റ് ചെയ്യുക, ഒപ്പോണൻസിന് ഒരു മിസ്റ്റേക്ക് വരും, അവിടെ നമ്മൾ ക്യാഷ് ചെയ്യും. പക്ഷെ ഇപ്പൊ ആ ടീമിന് പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഇവരുടെ പ്ലേയേഴ്സ് നോക്കും, വാൽവേർഡെ, കമവിംഗ, ഇപ്പം ചൗമനി, ബെല്ലിംഗം, ഇവർക്കൊക്കെയാണ് ഇവരുടെ സ്ട്രെങ്ത് എന്താണ് എക്സ്ട്രാ അഗ്രസീവ്ലി അങ്ങോട്ട് ചെന്ന് പ്രസ് ചെയ്യുക, ബോൾ റിക്കവർ ചെയ്യുക. ലാസ്റ്റ് കളികളിൽ നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് മാനായിട്ട് റുഡിഗർ മാത്രമാണ്. ബാക്കി എല്ലാവരും ഇവൻ റൗൾ എസൻസിയോ പോലും പ്രസ് ചെയ്യുവാണ് ഫ്രണ്ടിലോട്ട് കയറി വന്നു. എല്ലാവരും കമ്മിറ്റ് ചെയ്ത് പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്ത് എക്സ്ട്രാ നമ്മൾ ഫ്ലിക്കിന്റെ ബാർസലോണയിൽ എക്സാക്ട് അതിന്റെ ചെറിയ ഫിലോസഫി നമ്മൾ കാണുന്നുണ്ട്. സോ ഇവർക്ക് വൈറ്റ് പ്ലേയേഴ്സ് ഒക്കെ നല്ലപോലെ അവിടുന്ന് ഗെയിം ബിൽഡ് ആവുന്നുണ്ട്. സോ ആ എക്സ്ട്രാ അഗ്രസീവ് പ്രസ്സിലൂടെ ബോൾ റിക്കവർ ചെയ്ത് കണ്ടിന്യൂസ് അറ്റാക്സ് ഇവർ നടത്തുന്നുണ്ട്. ആൻഡ് ബെല്ലിംഗം ഒക്കെ നമ്പർ 10 റോളിൽ കിടിലാണ്. അത്ര പറഞ്ഞ പോലെ എനിക്ക് എംബാപ്പയ്ക്കാണ് കാര്യമാണ് മാൻ ഓഫ് ദ മാച്ച് കൊടുത്തത്. ഫോർ മീ ബെല്ലിംഗം വാസ് മാൻ ഓഫ് ദ മാച്ച്. കിടിലം പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട എംബാപ്പെ ടോപ്പ് നോച്ച് ആയെന്നല്ല, ബട്ട് എംബാപ്പെ ഗെയിമിൽ കൂടുതൽ ഇവർ ഇൻവോൾവ് ആക്കുന്നു. എംബാപ്പയിലോട്ട് ബോളുകൾ ചെല്ലുന്നുണ്ട്, എംബാപ്പെ ഷോട്ടുകൾ എടുക്കുന്നുണ്ട്, എംബാപ്പയുടെ ഗെയിമിൽ ബോൾ കാലി കിട്ടുന്നുണ്ട്. സോ അതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ലിവർപൂൾ അഗേൻസ്റ്റ് നമുക്കറിയാം, നിങ്ങളെല്ലാം പ്രീമിയർ ലീഗ് ഫോളോ ചെയ്യുന്നവരാണ്, പ്രോബ്ലി ഏറ്റവും നല്ലതായിട്ട് പ്രാഗ്മാറ്റിക് അപ്രോച്ച് കളിക്കാൻ പറ്റുന്ന ഒരു കോച്ച് തന്നെയാണ് സ്ലോട്ട്. ആൾ ടൈം ഓൺ ദ ബോൾ എടുത്ത് കാമായിട്ട് കളിക്കാനായിട്ട് പറയും പ്ലേയേഴ്സിനോട്. സോ റയൽ മാഡ്രിഡിന്റെ എക്സ്ട്രാ അഗ്രസീവ് പ്രസ്, ഗ്രാംബർഗ്, മക്കലിസ്റ്റർ ഒക്കെ പോലത്തെ പ്രസ് റെസിസ്റ്റന്റ് പ്ലേയേഴ്സ് ആണ് അവർക്ക്. അത് അവർക്ക് ബീറ്റ് ചെയ്യാൻ സാധിച്ചാൽ റയൽ മാഡ്രിഡ് എക്സ്പോസ്ഡ് ആവും. സോ ആൻസ്ലോട്ടി പഴയ സിസ്റ്റത്തിലോട്ട് പോവോ അതോ ഈ എക്സ്ട്രാ അഗ്രസീവ് പ്രസ്സിൽ തന്നെ നിൽക്കുവോ? കാരണം പലപ്പോഴും ലാസ്റ്റ് മാനായിട്ട് റുഡിഗർ മാത്രമാണ് ചില മാച്ചുകൾ. പക്ഷെ ലെഗനസും ഒസസൂനയാണ് ലിവർപൂൾ എൻറ്റയർലി ഡിഫറൻസ് ആയിട്ടാണ്, നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല ഇവരുമായിട്ട്.
സോ ആള് പഴയ അപ്രോച്ചിലോട്ട് കുറച്ച് കൺസർവേറ്റീവ് ആവുമോ, അതോ ഇപ്പം കഴിഞ്ഞ 2 കളി കളിച്ച ഒന്നും നോക്കണ്ട പിള്ളേരെ പഴയ പോലെ തന്നെ കളിക്കുന്നുള്ള ഇതിലോട്ട് പോകുമെന്നുള്ള പോലെ ഇരിക്കും. പക്ഷെ അങ്ങനെ ഒരു എക്സ്ട്രാ അഗ്രസീവ് പോയാലും ചിലപ്പം കുറച്ച് ലിവർപൂൾ പണി വരാനുള്ള എല്ലാ ചാൻസ് കാണും. കാരണം സ്ലോട്ട് ടാക്ടിക്കലി ഗുഡ് ആൻഡ് അവർക്ക് പ്രസ് റെസിസ്റ്റന്റ് ആയ പ്ലേയേഴ്സും ഉണ്ട്. ആൻഡ് സാലക്കൊക്കെ അഗേൻസ്റ്റ് റുഡിയറൊക്കെ 1-on-1 സിറ്റുവേഷൻ വരുവാണെങ്കിൽ കളി തീരും. അങ്ങനത്തെ ഇത് വരും. സോ അത് അത്ര ബ്രോയ്ക്ക് അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. അത് എടുക്കുകയില്ല. പറഞ്ഞോ, റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞു. അല്ല, ഞാൻ ഇന്നലെ ആഴ്സണലിന്റെ കളി കണ്ടിട്ട് ഭയങ്കര ഇംപ്രഷൻ കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സീസണിൽ ഒരുപാട് ആഴ്സണലിന്റെ ആദ്യത്തെ കളികളിൽ കുറച്ച് ബോറടിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ട്, ഒരു ഫ്ലൂയിഡിറ്റി ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്നലത്തെ കളി ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു ശരിക്കും. ആഴ്സണലിൽ എനിക്ക് തോന്നുന്നു ഒരു തിരിച്ചറിവിന്റെ ഒരു പാതയിലാണ് തോന്നുന്നു. ആ ഒഡഗാർഡ് വന്നതിന് വലിയൊരു മാറ്റം ഉണ്ടായി. അവർ ഒഡഗാർഡ് സാക്ക കോമ്പിനേഷൻ, ഗബ്രിയേൽ ജീസസ് വരുന്നു, അങ്ങനെ മൊത്തത്തിൽ ഒരു ലിങ്ക് പ്ലേയും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ എനിക്ക് തോന്നിയില്ല ഈ ആഴ്സണലിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ബയൺ മ്യൂണിക്കിനെതിരെ കഴിഞ്ഞ സീസണിൽ കണ്ടാണ്. ഞാൻ ആ കളി എന്തായാലും ഞാൻ എന്തോ ആഴ്സണലിൽ ഒരു UCL സെമിയിലെങ്കിലും കഴിഞ്ഞ സീസണിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആ ഒരു ബവേറിയയിൽ പോയിട്ട് ആ ഒരു ബയേണിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയ സമയത്ത് ആഴ്സണൽ അങ്ങ് പാനിക്കാവും നമ്മൾ കണ്ടു. കാരണം നമുക്കറിയാം ബയേണിന്റെ ഹോം ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. അത് അങ്ങനത്തെ ഫാൻസ് ആണ്. ബയൺ ഫാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അത്രയും പാഷനേറ്റ് ഫാൻസ് ആണ്. മാത്രമല്ല അവര് നമുക്കറിയില്ല ജർമ്മൻ ടീമുകളിൽ നിന്ന് 50+ ഓണർഷിപ്പ് ഒക്കെ ഉള്ള ആ ഒരു സ്ട്രക്ചറിൽ. അപ്പൊ അവിടെ പോകുമ്പോൾ ആഴ്സണൽ അങ്ങനെ പാനിക്കാവുന്നതാണ് നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ററൊക്കെ കളിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഗെയിം ഫിലോസഫിക്ക് പറ്റിയ സ്ക്വാഡാണ് ആഴ്സണലിന്റെ സ്ക്വാഡ് എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് എന്താ പറയാ, നല്ല രീതിയിൽ ഒരു ഡിഫെൻസീവ് ബ്ലോക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ട് എന്താ പറയുക, ഒപ്പോണൻസിന്റെ മിസ്റ്റേക്സ് യൂട്ടിലൈസ് ചെയ്ത് കളിക്കാൻ വേണ്ടി പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു UCLന് നല്ല പോസിബിലിറ്റി ഉള്ള ഒരു ടീമാണ് ആഴ്സണലിന്റെ സ്ക്വാഡ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അപ്പോഴും ഒരുപാട് യങ് പ്ലേയേഴ്സ് ആണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് മെന്റാലിറ്റി ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി അവേ ഗ്രൗണ്ട്സിൽ. ഇതുപോലെ ഈ സ്പോർട്ടിങ്ങിന്റെ കേസ് പറഞ്ഞ പോലെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു മെന്റാലിറ്റി ഇഷ്യൂ ആണ് ആഴ്സണൽ ടാക്കിൾ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു UCL ശരിക്കും പറഞ്ഞാൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് സെമിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്വാഡ് ആഴ്സണലിൽ ഉണ്ട്. അറ്റാക്കിംഗ് ഏരിയയിൽ കുറച്ചുകൂടി അഡീഷൻസ് വേണം തീർച്ചയായിട്ടും. സെന്റർ ഫോർവേഡ് ഏരിയയിൽ വേണം, ലെഫ്റ്റ് വിംഗിൽ വേണം. പക്ഷെ എനിക്ക് തോന്നുന്നു അപ്പോഴും ആഴ്സണൽ തീർച്ചയായും UCL നല്ലൊരു റൺ നടത്താൻ വേണ്ടിയിട്ട് ഒരു സ്ക്വാഡ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ ഒരു മെന്റാലിറ്റി ഇഷ്യൂ എനിക്ക് തോന്നുന്നു അത് UCL കളിച്ച് തന്നെ ശരിയാവുള്ളൂ എന്നാണ് തോന്നുന്നു. എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം ഇതിനകത്ത്, അതായത് നമ്മള് ഈ ആർട്ടറ്റ എനിക്ക് 2 രീതിയിൽ ടീം സെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വളരെ അറ്റാക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു ടീം പ്രീമിയർ ലീഗിൽ അങ്ങനെ സെറ്റ് ചെയ്യുന്നതും, എന്നാൽ കോമ്പറ്റീഷൻസ് വരുമ്പോൾ അത്യാവശ്യം ഒന്ന് പ്രാഗ്മാറ്റിക് ആയിട്ട് കളിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ ആ ഫസ്റ്റ് FA കപ്പ് അടിച്ചത് പോലും അങ്ങനത്തെ ഒരു വളരെ പ്രാഗ്മാറ്റിക് അപ്രോച്ചിലാണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു നമുക്കുണ്ടായിരുന്ന ഒരു മെയിൻ ആയുധമായിരുന്നു ഒബാമയാങ്ങിന്റെ ഗോളുകളിലൂടെയാണ് നമുക്ക് ആ ട്രോഫി കിട്ടിയത്. സോ ഇന്നത്തെ ടീമിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കില്ലർ സ്ട്രൈക്കർ ഇല്ല, കില്ലർ ഫോർവേഡ് ഇല്ല. കഴിഞ്ഞ സീസണിൽ നമുക്ക് ഹാവേർട്സ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചൊരു സീസൺ ആയിരുന്നു കഴിഞ്ഞ സീസൺ. ബട്ട് സ്റ്റിൽ നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല. ബിക്കോസ് ഈ മൊമെന്റ്സ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, നമ്മൾ മെഡ്രിഡിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ പറയും മൊമെന്റുകളുണ്ട്. ആ ഒരു മൊമെന്റില് ഒരു പ്ലെയറിന് ചെയ്യാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ പരിപാടിയുണ്ട്. അത് ചെയ്യാൻ നമ്മുടെ സ്ക്വാഡിൽ അറ്റ് ദ മൊമെന്റ് ആരുമില്ല. ഈവൻ നമുക്ക് നല്ല പ്ലെയേഴ്സ് ഉണ്ട്, നല്ല ഒരു ക്ലാസ് പ്ലെയേഴ്സ് ഒക്കെ പറയുന്ന ഒഡിഗാർഡ് ഉണ്ട്, സാക്കി ഉണ്ട്, അങ്ങനത്തെ പല പ്ലേയേഴ്സും. പക്ഷെ ആരാണ് ആ മൊമെന്റിൽ വന്ന് ആ പൊസിഷനിൽ വന്ന് നിൽക്കാൻ പറ്റുന്ന ആർക്കാണ് ആ ഒരു ഗോൾ അടിക്കാൻ ആർക്കും പറ്റുന്നില്ല. കാരണം ബയറിന്റെ കൂടെ എനിക്ക് തോന്നിയതും അത് തന്നെയായിരുന്നു. കാരണം നമുക്ക് ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ആ ഒരു ഗോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കിട്ടുന്ന ചാൻസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 സീസണിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്രോഫി എങ്കിലും നമുക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കില്ലർ ഇൻസ്റ്റിങ് ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് ഇൻഡിവിജ്വൽ ബ്രില്യൻസിന്റെ ഒരു ഭയങ്കര കുറവ് ആഴ്സണൽ സ്ക്വാഡിലുണ്ട് അല്ലെ. റയൽ മാഡ്രിഡിൽ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ തോൽറ്റ് നിൽക്കുമ്പോൾ ഇപ്പൊ വിനീഷ്യസ് ഒക്കെ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു 10 ഡ്രിബിൾ പരാജയപ്പെട്ടാൽ 11ാമത്തെ ഡ്രിബിൾ ആയിരിക്കും പുള്ളി. ഇനിയിപ്പോ കളി 120 മിനിറ്റ് പോകണമെങ്കിൽ അവസാനമായിരിക്കും പുള്ളി ചിലപ്പോൾ ഡ്രിബിൾ ചെയ്തിട്ട് ഒരു മൊമെന്റ് ഉണ്ടാക്കും. ശരി, ആ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതുപോലെ നമ്മൾ വാഴ്സയുടെ കളിയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വാഴ്സ അല്ലെ ഇപ്രാവശ്യം UCL നല്ലൊരു പെർഫോമൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ വാഴ്സ, ഇന്റർ, ലിവർപൂളും ആണ് ഇപ്പൊ UCL എനിക്ക് തോന്നുന്നു കൺസിസ്റ്റന്റ് ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ടീമുകൾ. പിന്നെ ഇപ്പൊ എന്താ പറയാ, വാഴ്സക്ക് റിലേറ്റീവ്ലി ഇനിയും കുറച്ചുകൂടി നല്ല ഫിക്സേഴ്സ് ആണ് വരുന്നതെന്ന് തോന്നുന്നു. റയൽ മാഡ്രിഡിന്റെ കാര്യം പറയണ ഇപ്പൊ ഈ ലിവർപൂളിന്റെ കാര്യം ഇപ്പോ എക്സ്പേർട്സ് പറയുന്നതാണ്,
ഈ പാസസ് പെർ ഡിഫെൻസീവ് ആക്ഷൻസ് ഇപ്പൊ ലിവർപൂളിന്റെ ഒരുപാട് ഹൈ ആണ്. അതായത് ശരിക്കും അത് ലോ ആയിട്ട് നിൽക്കുന്ന ഒരു നമ്പറാണ് ഒരു പ്രസിംഗ് സൈഡിനെ വെച്ച് നോക്കുന്ന സമയത്ത്. അപ്പൊ അതായത് അർണോ സ്ലോട്ട് ഭയങ്കര പ്രാഗ്മാറ്റിക് ആയിട്ടാണ് ടീമിനെ സെറ്റ് ചെയ്തത്. ഇതൊരു ക്ലോപ്പിന്റെ ലിവർപൂൾ അല്ല. ശരിക്കും ക്ലോപ്പിന്റെ ലിവർപൂളിനെതിരെ കളിക്കുന്ന സമയത്ത് ഒരുപാട് സ്പേസുകൾ ഉണ്ടായിരുന്നു, ഒരു ഡിഫൻസീവ് വൾണറബിലിറ്റി അവിടെ ഉണ്ടായിരുന്നു. അവർ എത്ര തന്നെ അറ്റാക്കിംഗ് മൈൻഡഡ് ആണെന്ന് പറഞ്ഞാലും. അപ്പൊ ആ ഒരു എന്താ പറയുക സ്പേസുകളാണ് റയൽ മാഡ്രിഡ് എപ്പോഴും ലിവർപൂളിനെതിരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് നല്ല പ്രസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. നമുക്കത് ക്രൂസും മോഡ്രിച്ചും എന്നാണ് ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും പ്രസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു സിനാരി ഒരുപാട് തിരിഞ്ഞിട്ടുണ്ട്. അത് ലിവർപൂളിന്റെ മിഡ്ഫീൽഡ് നല്ല പ്രസ് റെസിസ്റ്റന്റ് ആണ്, ഗ്രാൻബർഗ് നല്ല പ്രസ് റെസിസ്റ്റന്റ് ആണ്, മെക്കാലിസ്റ്റർ നല്ല പ്രസ് റെസിസ്റ്റന്റ് ആണ്, ഈവൻ സൊബോസ്ലായി പോലും ടു ആൻ എക്സ്റ്റെന്റ് അത്യാവശ്യം പ്രസ് റെസിസ്റ്റന്റ് ആണ്. പക്ഷെ റയൽ മാഡ്രിഡിന്റെ മിഡ്ഫീൽഡ് നമുക്ക് അത്ര പ്രസ് റെസിസ്റ്റന്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കമവിംഗ ഈവൻ ചില സമയത്ത് പുള്ളി മിസ്റ്റേക്സ് വരുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഡാനി സെബായോസ്, ലൂക്ക മോഡ്രിച്ച് എന്താ പറയുക പഴയ മോഡ്രിച്ചിന്റെ ഒരു ഷാഡോ ആണെന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇവൻ ജൂഡ് ബെല്ലിംഗാം ആണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ ഒരു മിഡ്ഫീൽഡിൽ ഒരു അത്യാവശ്യം പ്രസ് റെസിസ്റ്റന്റ് എന്ന് പറയാൻ പറ്റാവുന്ന ഒരു പ്ലെയർ. അപ്പോ ശരിക്കും കഥ നേരെ തിരിയുമോ എന്നുള്ളൊരു പേടിയുണ്ട് സത്യം പറഞ്ഞാല്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ ഈ സ്ലോട്ട് എന്താ പറയാ പുള്ളി ആ ഒരു ടീമിനെ സെറ്റ് ചെയ്യുന്ന ഒരു രീതിയും എനിക്കൊന്ന് ലൂയിസ് ഡിയാസിനെ മൊത്തം കളിപ്പിക്കാതെ എങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് റയൽ മാഡ്രിഡിനെതിരെ അൺലീഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണോന്ന് അറിയില്ല. അതുപോലെ ആ ഒരു ബയർ ലെവർകൂസനെതിരെ പുള്ളി നടത്തിയ എക്സ്പെരിമെന്റ് കണ്ടില്ലായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ ആ ഡിയാസിനെ പിടിച്ചിട്ട് സെന്റർ ഫോർവേഡ് കളിപ്പിക്കുന്നു, മൊത്തം എന്താ പറയാ ലെവർകൂസിന്റെ പ്ലാൻസ് മൊത്തം തകർത്ത് കളയുന്നു. മൊത്തത്തിൽ ഭയങ്കര ഇംപ്രസീവ് ആണ് അർണോ സ്ലോട്ട്. ശരിക്കും അതുപോലെ സല 17 കളിയിൽ എനിക്ക് തോന്നുന്നു 10 ഗോളും 10 അസിസ്റ്റും. സലയൊക്കെ റെഡ് ഹോട്ട് ഫോമിലാണ്. അപ്പൊ ലിവർപൂളിന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഫോമിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് നമുക്ക് ഫൈനലി ബാർസലോണയുടെ ആ ഒരു മാച്ചും കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോകണം. കാരണം ഓൺ പേപ്പർ ബാർസലോണ അത് തൂത്തുവാരി അടിക്കേണ്ട ഒരു മാച്ചാണ്. പക്ഷെ എന്നാലും അറ്റ് ദ മൊമെന്റ് ആകാശപുരം എന്താ തോന്നുന്നത് ഈ ഒരു മാച്ച് ഒരു ഈസി 2-0 or 3-0 വിൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ അത്ര കോൺഫിഡന്റ് ആണോ ബ്രോ? എങ്ങനെയാണ് ബ്രോ കോൺഫിഡന്റ് ആണോ എന്ന് ചോദിച്ചാല് ബ്രസ്റ്റ് ഹോമിലാണ്. എവേ ആയിരുന്നെങ്കിൽ ഞാൻ പറയും കുറച്ചുകൂടെ മേ ബി ഇപ്പോഴത്തെ ഫോം വെച്ച് കുറച്ചുകൂടെ കൺസേൺ ആയാണ്. പക്ഷെ ഇവൻ ഹോമിലാണെങ്കിലും ഞങ്ങൾ തൂത്തുകാരും ഈസി ആയിട്ട് ജയിക്കും എന്നല്ല. ബ്രസ്റ്റ് എനിക്ക് തോന്നുന്നു ടോപ്പ് 5 ഉണ്ടെന്ന് തോന്നുന്നു ചാമ്പ്യൻസ് ലീഗിൽ. സോ ബ്രസ്റ്റിന്റെ കാര്യം പറയാനായിട്ടാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റിന്റെ പ്ലേയേഴ്സിനെ കുറിച്ച് അത് നമ്മൾ കൂടുതൽ കാണാത്തതുകൊണ്ട് ബ്രസ്റ്റിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചാമ്പ്യൻസ് ലീഗിൽ കിടലായിട്ട് കളിക്കുന്നുണ്ട്. അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ടേബിളിൽ അവരിപ്പം 4ാമതുണ്ട്. ടേബിളിൽ അവർ 4ാമതുണ്ട്. സോ ചാമ്പ്യൻസ് ലീഗിൽ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സൈഡാണ്. ബാർസയ്ക്ക് മേളിലാണ് അവർ ടേബിളിൽ നിൽക്കുന്നത്. പക്ഷെ ഹോമാണ് ബാർസയ്ക്ക്. പക്ഷെ ലാസ്റ്റ് സെൽട്ട വീഗോ മാച്ചിലെ പോലെയൊക്കെയാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ബാർസലോണ സ്ട്രഗിൾ ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. ഹാൻസി ഫ്ലിക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ ബ്രോ. കാരണം ഈ വിങ്ങേഴ്സിനെ വെച്ച് ഞങ്ങൾ ഈ എക്സ്ട്രാ അഗ്രസീവ് ഗെയിം കളിക്കണം, ക്വിക്ലി ബോൾ നീങ്ങണം എന്നുള്ള ഒരു ഫിലോസഫി ആണ് ഫ്ലിക്കിന്റെ എങ്കിൽ വിങ്ങേഴ്സ് വേണം. സോ നെക്സ്റ്റ് ബ്രസ്റ്റിന് അഗേൻസ്റ്റ് കുറച്ചുകൂടെ ഗെയിം കൺട്രോൾ ചെയ്ത് സ്ലോ ഡൗൺ ചെയ്യുക. കാരണം ഇപ്പോൾ ഉള്ള പ്ലേയേഴ്സിനെ വെച്ച് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഗെയിമിൽ ബാൾഡേ ഇല്ല. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്ട്രെച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ പ്രോപ്പർ ലെഫ്റ്റ് വിങ് ബാക്ക് ഇല്ല. ബാൾഡേനെ വെച്ച് അത് ചെയ്യാൻ പറ്റത്തില്ല. യമാലും ഇല്ല. സോ ഈ 2 പ്ലേയേഴ്സ് ഇല്ല. സോ വിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. സോ കുറച്ച് ഗെയിം സ്ലോ ഡൗൺ ചെയ്ത് സെൻട്രൽ ഏരിയാസിലൂടെ ബിൽഡപ്പ് ചെയ്യേണ്ട ആവശ്യം വരും. സോ ബാർസലോണയുടെ ഈ കഴിഞ്ഞ കളികളിലൊക്കെ കണ്ടതെന്ന് പറഞ്ഞാൽ വിങ്ങേഴ്സ് ഇല്ലാതെ എക്സ്ട്രാ അഗ്രസീവ് ഗെയിം കളിച്ച് അനാവശ്യമായിട്ട് ബോൾ ഫസ്റ്റ് ടൈം ഇട്ടുകൊണ്ടേ കളയുക. കാരണം വൈഡ് റണ്ണേഴ്സ് ഇല്ല, ഒപ്പോണൻസിന് ഈസി ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നാളത്തെ മാച്ചിന് ഞാൻ എന്റെ ഒരു ചെറിയ ഫിലോസഫിക്കൽ ചേഞ്ച് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആരെയും പെട്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരേണ്ടി വരും വൈഡ് ഏരിയാസിൽ ഉപയോഗിക്കാനായിട്ട്. അതിപ്പം ആരും ഇല്ല. കാരണം ആർക്കും ഓൾമോയ്ക്ക് പറ്റത്തില്ല, റഫീനിക്ക് പറ്റത്തില്ല, ഫെറാൻഡോറസ് ഫിറ്റ് അല്ല. ഫെറാൻഡോറസ് വന്നിട്ടും കാര്യമില്ല. പിന്നെ അക്കാഡമിയിൽ നിന്നും പ്ലേയേഴ്സ് ഒന്നും ഇല്ല. നോഡാർവിച്ചൊക്കെയാണ്, പുള്ളിയൊക്കെ നമ്പർ 10 ആണ്. ടോണി ഫെർണാണ്ടസ് ആപ്പാടെ ഉള്ളത്, ചെക്കൻ ഇഞ്ചേർഡുമാണ്. സോ വിങ്ങേഴ്സ് ഇല്ല. അതിനകത്ത് തന്നെ പുള്ളി ഫിലോസഫി മാറ്റി കുറച്ചുകൂടി ഗെയിം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നാളെ ബ്രസ്റ്റിന്റെ പണി കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ വിത്ത് ദ സ്ക്വാഡ് ഹോം അഡ്വാൻറ്റേജ് എല്ലാം വെച്ച് നാളെ ബ്രസ്റ്റിന് അഗേൻസ്റ്റ് ഒരു 3 points മസ്റ്റ് ആണ്. കാരണം ഇത് കഴിഞ്ഞാൽ ഡോർമുണ്ടും അറ്റ്ലാന്റയും ഒക്കെ വരുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക് സോ ഈസി കേക്ക് വോക്ക് ആണെന്ന് തോന്നുന്നില്ല അതൊന്നും. സോ നാളെ ബ്രസ്റ്റിന് അഗേൻസ്റ്റ് ഹോമില് 3 points മസ്റ്റ് ആണ്. കാരണം ടോപ്പ് 8 ഫിനിഷ് ചെയ്യണം. എക്സ്ട്രാ 2 ഗെയിം കളിക്കുക എളുപ്പമുള്ള കാര്യമാണ്. അല്ല ശരിക്ക് ബാഴ്സയില് നമ്പർ 10 ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. റയൽ മാഡ്രിഡിലാണ് ഉള്ള നല്ല ലെഫ്റ്റ് വിംഗേഴ്സ് ഒക്കെ റയൽ മാഡ്രിഡിലാണ് അല്ലെ. ശരിക്കും വല്ലാത്തൊരു അവസ്ഥയാണ്. അല്ല ഞാൻ പറയുന്നത് ഓൾമോസ്റ്റ് ആയിരിക്കും നല്ലതായിരുന്നു. പക്ഷെ
അതിനും ഒരു വിങ്ങറിന് വേണ്ടി അതാണ് ഞാൻ പുഷ് ചെയ്ത് വരുന്നത്. ഇപ്പൊ പറയാനാണ് ഞാൻ പറയാം നമ്പർ 10 ലിസ്റ്റ് പറയാം. ഫെഡറിക് ആ റോള് കളിക്കാൻ പറ്റും, ഫെർമിൻ ആ റോള് കളിക്കാനായിട്ട് പറ്റും. ഫെർമിൻ ലോപ്പസ് കിടിലൻ പ്ലെയർ, ആ റോളിലൊക്കെ ത്രൈവ് ചെയ്യുന്ന പ്ലെയർ. ഫെർമിൻ ലോപ്പസ് ഉണ്ട്, പാബ്ലോ ടോറെ ഉണ്ട്, ഇപ്പൊ നോ ഡാർവിച്ച് അക്കാഡമി മറ്റൊരു പ്ലെയർ, ഗൂളി ഫെർണാണ്ടസ്. നമ്പർ 10 റോളുകൾ ഇപ്പം ഓൾമോ ഉണ്ട്, ഓൾമോയെ. സോ ഇഷ്ടം പോലെ നമ്പർ 10 അൻസു ഫാറ്റിക്ക് നമ്പർ 10 കളിക്കാം. സോ 7-8 നമ്പർ 10 പ്ലേയേഴ്സ് ഉണ്ട്. സോ വിങ്ങേഴ്സ് ആയില്ല. ഞാൻ മെഡ്രിഡ് അത്തറോനോട് ചോദിക്കാനുള്ള കാര്യം ഇപ്പം പറഞ്ഞു, നമ്പർ 10s നിങ്ങൾക്ക് ഒരു ചെറിയ ക്ഷാമം ഉണ്ടെന്ന്. അപ്പം ഇപ്പോഴത്തെ ഒഡിഗാർഡിന്റെ ഒരു കളി കണ്ടിട്ട് നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടോ? ഒഡിഗാർഡിനെ നിങ്ങൾ മിസ് ചെയ്യുന്നതായിട്ട് ഞാൻ പലരും, അതായത് സിറ്റി ഫാൻസ് പറയുന്നുണ്ട് പാമറിനെ മിസ് ചെയ്യുന്നു, അതുപോലെ ചില മെഡ്രിഡ് ഫാൻസ് പറയുന്നുണ്ട് ഒഡിഗാർഡിനെ മിസ് ചെയ്യുന്നു. അതിലൊരു യാഥാർത്ഥ്യം ഉണ്ടോ ശരിക്കും? അല്ല, ഞാനത് കഴിഞ്ഞ തവണ നമ്മുടെ മറ്റേ എന്തായിരുന്നു പുള്ളിയുടെ പേര് ഞാൻ വിട്ടേ, പുള്ളിയോട് പറഞ്ഞോളൂ, നിങ്ങളുടെ പാർട്ണർ ദീപക് ബ്രോയോട് ഞാൻ പറഞ്ഞോളൂ, അത് ശരിക്കും ഒരു റോബറി ആയിരുന്നു. സത്യം പറഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് റയൽ മാഡ്രിഡിന് അത്ര യൂസ് ഇല്ലായിരുന്നു തോന്നുന്നു ഒഡെഗാർഡിന്. പക്ഷെ ഇപ്പോ റയൽ മാഡ്രിഡ് മിഡ്ഫീൽഡ് ശരിക്കും ഒരു ക്രിയേറ്റിവിറ്റിയുടെ ലാക്ക് അവിടെ ഉണ്ട് അല്ലെ. ശരിക്കും ഗുലറിന് ഒരു പക്ഷെ ആ സിസ്റ്റം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റിയേക്കാം, പക്ഷെ പുള്ളിക്ക് അത്ര ഫിസിക്കാലിറ്റി ഇല്ല, അതുപോലെ പേസ് ഒക്കെ കുറവാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ആഞ്ചലോട്ടി പുള്ളിനെ ട്രസ്റ്റ് ചെയ്തില്ല. ശരിക്കും ഈ ഒരു സമയത്ത് അല്ലേ മാർട്ടിൻ ഒഡെഗാർഡ് ഭയങ്കര ഒരു എസെൻഷ്യൽ ഒരു പ്ലെയർ ആയി മാറിയനെ. ശരിക്കും അതൊരു ഭയങ്കര ഒരു മിസ്സിംഗ് ഉണ്ട്. ശരിക്കും നമ്മുടെ മിഡ്ഫീൽഡിന്റെ ഇപ്പോഴത്തെ പ്രശ്നം അതാണ്. അതായത് എല്ലാവരും തന്നെ നല്ല എന്താ പറയാ ബോൾ ക്യാരിയിങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്, പക്ഷെ അവരൊന്നും അത്രയ്ക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അല്ല, അത്ര ലോങ് ബോൾ ഒന്നും ഇടാൻ വേണ്ടി പറ്റുന്ന പ്ലേയേഴ്സ് അല്ല. സോ വലിയൊരു മിസ്സിംഗ് ആണ്. ശരിയാണ്, ശരിക്കും ഞാനും കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞോളൂ, അത് ശരിക്കും ഒരു ഭയങ്കര നഷ്ടമായിരുന്നു. ഞാനത് പേഴ്സണലി എനിക്കത് ഭയങ്കര എന്ന് പറഞ്ഞാൽ എനിക്കത് ഞാൻ അങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് ശരിക്കും അവർ മിസ് ചെയ്യുന്നുണ്ടോ? കാരണം ഒഡിഗാർഡ് പോയിട്ട് അവർക്ക് വീണ്ടും 2 ചാമ്പ്യൻസ് ലീഗ് അടിച്ചു. ഇപ്പൊ സിറ്റിയെ സംബന്ധിച്ച് പാമർ പോകുമ്പോൾ പാമർ പോയിട്ട് അവര് പ്രീമിയർ ലീഗ് അടിക്കുന്നുണ്ട്, എല്ലാ കപ്പ് അടിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇവർക്ക് മിസ്സിംഗ് എന്ന് നമുക്ക് ചില സമയത്ത് തോന്നും. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതെ, ആ സമയത്ത് ഒഡെഗാർഡിന് ഒരു റയൽ സ്പേസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഒഡെഗാർഡിനെ പോലുള്ള ഒരു പ്ലെയറിനെ റയൽ മാഡ്രിഡ് ലാക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് വാൽവർഡേയും ശരിക്കും റൈറ്റ് വിങ്ങിൽ കളിപ്പിക്കുന്നത് വാൽവർഡേനെ പലപ്പോഴും റൈറ്റ് മിഡ്ഫീൽഡറായിട്ട്. പക്ഷെ ശരിക്കും പുള്ളി എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു ഇന്റീരിയർ മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്ന പ്ലെയറാണ്, ഒരു CM ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ്. അപ്പൊ ശരിക്കും ഒഡെഗാർഡ് അവിടെ ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ഈ സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പക്ഷെ ആ ഒരു എന്താ പറയാ റൈറ്റ് പ്ലെയർ അറ്റ് ദ റോങ് ടൈം എന്ന് പറയില്ലേ, ശരിക്കും അതാണ് മാർട്ടിൻ ഒഡെഗാർഡിന് റയൽ മാഡ്രിഡിൽ സംഭവിച്ചത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പോയിന്റ് ഞാൻ ഇന്ന് കണ്ടപ്പോ ഞാനത് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, ഇന്ന് നിക്കോളാസ് പെപ്പയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. നിക്കോളാസ് പെപ്പെ അതിപ്പോ ഇങ്ങനെ ഭയങ്കര ഒരു വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിക്കോളാസ് പെപ്പെ പറഞ്ഞത് ആഴ്സണൽ പെയ്ഡ് എ ഹ്യൂജ് പ്രൈസ് ഫോർ മീ ആൻഡ് ഐ പെയ്ഡ് ദ പ്രൈസ് ഫോർ ഇറ്റ് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോ അതുപോലെ ഇപ്പോ എംബാപ്പയ്ക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഇപ്പോ ദിദിയർ ദശാംസിനോട് ചോദിച്ച സമയത്ത് എംബാപ്പയുമായിട്ട് ഈഗോ ഇഷ്യൂസ് ഉണ്ടോ, എന്താണ് പുള്ളിയെ ടീമിൽ നിന്ന് പുറത്താക്കിയത് പറഞ്ഞ സമയത്ത് ദശാംസ് പറഞ്ഞു എംബാപ്പയ്ക്ക് ഭയങ്കരമായിട്ടുള്ള മെന്റൽ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. അത് ഒരു എന്താ പറയാ സ്ട്രെസ്സും, പുള്ളി നമുക്കറിയാം ഒരു 55 മില്യൺ അൺപെയ്ഡ് വേജസ് ഉണ്ട്, അതുമായിട്ട് PSG ഒരു ലീഗൽ ബാറ്റിൽ നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പുള്ളിക്കെതിരെ റേപ്പ് അലിഗേഷൻ, അതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു അലിഗേഷൻ എന്തായാലും ഉണ്ട്. അപ്പൊ ഇങ്ങനെ പിന്നെ അതുപോലെ ഒരു ഫ്രഞ്ച് ടീമിന്റെ ക്യാപ്റ്റനാണ്, പുതിയൊരു ലീഗിലേക്ക് വന്നിരിക്കണം. അപ്പൊ അതിന്റെ പ്രഷർ ഇങ്ങനെ, പിന്നെ ഇത്രയും വലിയൊരു എന്താ പറയുക സൈനിങ് ഓൺ ഫീ കിട്ടി, അപ്പൊ അതിന്റെ പേരിൽ ഫാൻസിന്റെ ഭാഗത്തുള്ള ഒരു പ്രഷർ. ഇവര് നിക്കോളാസ് പെപ്പയുടെ കാര്യം കേട്ടപ്പോ അപ്പൊ ഞാൻ അത് തന്നെയാണ് ആലോചിച്ചത്. എന്താ പറയാ ഒരു പ്ലെയർ വരുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് ടാഗിന്റെ ഒരു പ്രഷർ അല്ലെ, അതൊരു എക്സ്പെക്ടേഷൻസും അത് പലപ്പോഴും അവരുടെ ഒരു മെന്റാലിറ്റിയെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? എന്താ തോന്നി പെപ്പയുടെ കേസ് പറയുന്ന സമയത്ത്? അതെ ബ്രോ, അത് എനിക്ക് എംബാപ്പയുടെ കാര്യം പറയുമ്പോൾ പെപ്പയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എംബാപ്പ ഈ ഫണ്ട്സും കൊണ്ടും ഈ ലൈം ലൈറ്റ് കൊണ്ട് പ്രോബ്ലി വേൾഡ് ഫുട്ബോളിലെ ലൈം ലൈറ്റ് കൊണ്ട് മെസ്സി റൊണാൾഡോ കഴിഞ്ഞ 2 വർഷം നോക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ലൈം ലൈറ്റ് കിട്ടിയ പ്ലെയർ ആണ്. സോ പെപ്പയായിട്ട് നമുക്ക് എംബാപ്പയുടെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത്രത്തോളം പറഞ്ഞത് ശരിയാണ്, മെന്റൽ ഇഷ്യൂ ഈസ് സംതിങ് ബിഗ്. അത് പൊളിറ്റിക്കൽ ഇഷ്യൂസ് പറയേണ്ട ആവശ്യമില്ല. അത്രത്തോളം നമ്മൾ ബാർസ റയൽ ഫാൻസുകാർക്ക്, ആർസണൽ ഫാൻസിന് എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ബാർസ റയലിന് അത്രയും പൊളിറ്റിക്കൽ കളികളും മീഡിയ അറ്റൻഷനും വേറെ ഒരു ക്ലബിലും ഇല്ല. സോ എന്തേലും ഒരു മോശം പെർഫോമൻസ് ഒരു പ്ലെയർ കൊടുത്താൽ, ഇപ്പം യമാൽ ഒരു 4 കളി മോശമായിട്ട് കളിച്ചാൽ ഇപ്പൊ യമാലിനെ അഗേൻസ്റ്റ് എഴുതാൻ തുടങ്ങും ബാർസ മീഡിയ. കാരണം അങ്ങനത്തെ ഇതാണ്. അതുപോലെ തന്നെയാണ് റയലിലും കണ്ടോണ്ട്, വിനിയൊക്കെ അവിടുത്തെ സ്റ്റാർ ആണ് എല്ലാവരും. ബട്ട് വിനി ഒരു 5 കളി മോശമായിട്ട് കളിച്ചിട്ടുണ്ട്. വിനിക്ക് അഗേൻസ്റ്റ് ഈ വർഷം 90 റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു ഇതാണ്. സോ എംബാപ്പെ അങ്ങോട്ട് ചെന്നിട്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എംബാപ്പെ വന്നു തകർക്കും, 5-6 ഗോളൊക്കെ ആദ്യത്തെ 2-3 കളി കൊണ്ട് അടിക്കും, അങ്ങനെ ഒരു എക്സ്പെക്ടേഷനിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ അത് വരാത്തപ്പം ഒബ്വിയസ്ലി എഴുതി തകർക്കാൻ നോക്കും. അത് എംബാപ്പെ അല്ല, ഹാളണ്ട് അല്ല, മെസ്സി അല്ല, എത്ര വലിയ പ്ലേയേഴ്സ് ആണെന്ന് പറഞ്ഞാലും
നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവിടെ മീഡിയയുടെ അറ്റൻഷൻ തലയിൽ കയറിയാല് മെന്റലി അത് ഡൗൺ. അത്ര ബ്രോ പറഞ്ഞ പോലെ തന്നെ പെപ്പയ്ക്ക് കിട്ടിയതിന്റെ 3 ഇരട്ടി എക്സ്പോഷർ കിട്ടിയിട്ടാണ് എംബാപ്പെ മഡ്രിഡിൽ വന്നിരിക്കുന്നത്. സോ എന്നിട്ടും ആൾക്ക് ഈ പ്രഷർ താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ ഇമോഷൻസ് എന്ന് പറയുന്ന സംഭവം എന്തുമാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിലാണ് നമുക്ക് ഈ ക്രിസ്ത്യാനോയോടും മെസ്സിയോടും ഒക്കെ കൂടുതൽ റെസ്പെക്ട് ഉള്ളത്. ഇത്രയും വർഷങ്ങൾ അവര് ആ ഒരു ലൈം ലൈറ്റിൽ പിടിച്ച് ഈ ഒരു പ്രഷറിലും ആ മീഡിയാസിന് അഗേൻസ്റ്റ് ഒക്കെ എത്ര ക്രിറ്റിസിസം വന്നിട്ട് അവർ തിരിച്ച് പിച്ചിൽ പെർഫോമൻസ് കൊടുത്ത് ആൻസർ ചെയ്തു. മെന്റലി അവരെ രണ്ടുപേരെയും ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ 2 മീഡിയാസ് മെസ്സിക്ക് അഗേൻസ്റ്റ് ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട്, റൊണാൾഡോയ്ക്ക് അഗേൻസ്റ്റ് ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട്, എല്ലാവരും എടുത്തിട്ട് കയറിയിട്ടുണ്ട്. പക്ഷെ കണ്ടിന്യൂ. അവിടെ എംബാപ്പെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എംബാപ്പയ്ക്ക് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ പാടാണ്. കാരണം വേൾഡ് ഫുട്ബോളിൽ ഇത്ര എക്സ്പോഷർ കിട്ടിയിട്ടുള്ള വേറൊരു പ്ലെയർ ഇല്ല. സോ എംബാപ്പെ റയൽ മാഡ്രിഡ് പ്രഷറെ അബ്സോർബ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലാസ്റ്റ് 2 കളിയിലെ ആളുടെ പെർഫോമൻസ് കണ്ടിട്ട് ഈസ് അഡാപ്റ്റിംഗ് എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പെപ്പെ ഇപ്പൊ ആകാശ് ബ്രോ പറഞ്ഞ പോലെയാണ്. എനിക്ക് പെപ്പേനെയും നമുക്ക് എംബാപ്പേനെയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ലൈറ്റ് ഇയേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്ര ഗ്യാപ്പ് ഉണ്ട്. കാരണം പെപ്പെ എന്ന് പറഞ്ഞ പ്ലെയർ ലിയോ എന്ന് പറഞ്ഞൊരു ക്ലബിൽ നിന്നാണ് വന്നത്. 72 മില്യൺ, അത്രയും വലിയ. അപ്പം ഒരു ഈ എംബാപ്പെ എന്ന് പറയുന്നത് വേൾഡ് കപ്പ് വിന്നറാണ്, മൾട്ടിപ്പിൾ ഫ്രഞ്ച് ലീഗ് അടിച്ച ആളാണ്. അപ്പം ഇപ്പൊ നമുക്ക് എങ്ങനെ നോക്കിയാൽ എംബാപ്പെ ഇസ് ദ ആ ഒരു ലൈൻ ലൈറ്റിൽ നിൽക്കുന്ന ഒരു പ്ലെയർ. ആൻഡ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു എംബാപ്പെ പോലെ ഒരു ആനിമൽ മെന്റാലിറ്റി ഉള്ള ഒരാളാണ് പുള്ളി. ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഒക്കെ ഒരു ഇൻസ്പയർ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ഈ എംബാപ്പെ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഡെഫിനറ്റ്ലി പുള്ളി തിരിച്ചു വരും. ഈ മെന്റൽ സ്ക്വാഡിലോട്ട് പുള്ളി ഇമ്പോർട്ടന്റ് ആവും. ഫസ്റ്റ് സീസണിൽ നമുക്ക് ഒരിക്കലും എഴുതി ഇങ്ങനെ പറയാനും പറ്റത്തില്ല. ഫസ്റ്റ് സീസൺ വന്ന് ആ ഒരു ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം, ആ ഒരു ലീഗുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പുള്ളി ഒരു ടൈം ഉണ്ട്, അതിനൊരു ടൈം കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പം എല്ലാവർക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ വന്ന ഉടനെ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. പക്ഷെ വൺസ് ആ ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫ്ലോ. അവരിപ്പോ വിനീഷ്യസ് ഒക്കെ ആണെങ്കിൽ പോലും ആദ്യത്തെ എത്ര നാള് ഒരുപാട് ക്രിറ്റിസിസത്തിന് ഉണ്ടായിരുന്നു ഈ വിനീഷ്യസ്. അപ്പൊ അതിന് എംബാപ്പെ സെയിം ഇതിലാണ്. പക്ഷെ എംബാപ്പയുടെ എക്സ്പോഷർ പറഞ്ഞ പോലെ ഇത്തിരി വലുതാണ്. സോ അതിന്റേതായ ഒരു പ്രശ്നം ഡെഫിനറ്റ്ലി ആണ്. ആ ഒരു പോയിന്റ് ആട്ടെ ഞാൻ ഉദ്ദേശിച്ചത്. ലീഗ് 1 നിന്ന് മറ്റൊരു ലീഗിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയാ ഒരു പ്രഷറാണ് പുള്ളി പറഞ്ഞത്. അപ്പോ ആ ഒരു പ്രഷർ പുള്ളിക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പെട്ടെന്ന് മാനേജർ ചേഞ്ച് ചെയ്തിട്ട് ഉനായ് എമറി സാക്കായിട്ട് ആർട്ടറ്റ വരുന്നു. അപ്പോ ആർട്ടറ്റയും പുള്ളി അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയാ ഒരു ഗെയിം ടൈം കൊടുത്തില്ല. അപ്പൊ മൊത്തത്തില് പുള്ളിക്ക് ആ ഒരു പ്രഷർ താങ്ങാൻ വയ്യാതെ ഇപ്പൊ പുള്ളി എന്താ പറയാ ആ പ്രഷറിനൊക്കെ കുറച്ച് മാറിയപ്പോ പുള്ളി വീണ്ടും എന്താ പറയാ ഒരു കരിയറിന്റെ റിവൈവൽ സ്റ്റേജിൽ പിക്കൊക്കെ വരുന്നത്. അപ്പൊ ഇനി ഒരു ഇത് കണ്ടപ്പോ പറഞ്ഞോളൂ. അല്ല, കാരണം പെപ്പെ പോലൊരു പ്ലെയറിന് ഇപ്പൊ വില്ലറിയാലിന് വേണ്ടിയാണ് കളിക്കുന്നത് അല്ലെ. അപ്പം അവിടെ റിയലിന് വേണ്ടിയാണ് കളി. അപ്പൊ സ്പാനിഷില് പുള്ളി കുറച്ചുകൂടെ ഓക്കെ ആവുന്ന ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നി. കാരണം അവിടെ ഈ പറഞ്ഞ ടെക്നിക്കൽ പ്ലെയേഴ്സ് ആണ് കുറച്ചുകൂടെ കൂടുതൽ. ഇംഗ്ലീഷിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ഫിസിക്കൽ പ്ലെയേഴ്സ് ആണ്. അപ്പം പെപ്പെ സംബന്ധിച്ച് പെപ്പയുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിരുന്നു ബോൾ റിട്ടൈൻ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇവിടുത്തെ ഇംഗ്ലീഷ് ഫിസിക്കാലിറ്റി ഭയങ്കര ഹെവിയാണ്. അവിടെയാണ് അന്നത്തെ ആ പ്രായത്തിലുണ്ടായിരുന്ന സാക്കിയായിരുന്നു. 18 വയസ്സുണ്ടായിരുന്ന സാക്കിയാണ് അന്ന് പെപ്പനെ റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ സാക്കയുടെ ആ ഒരു മെന്റാലിറ്റി ആ ഒരു ഇതും നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. ബട്ട് അഗൈൻ കമ്മിങ് ടു പോയിന്റ്, പെപ്പയെ സംബന്ധിച്ച് പെപ്പെ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു വെച്ചാൽ ബെഞ്ചിലിരിക്കുന്നത് അത്ര നല്ല കാര്യമില്ല, പക്ഷെ എന്തുകൊണ്ട് ഇരുത്തി എന്നുള്ളതായിരുന്നു ഒരു ഇഷ്യൂ. ഒരു റീസണിങ് തരാതെ എക്സ്പ്ലനേഷൻ തരാതെ ബെഞ്ചിൽ ഇരുത്തി എന്നുള്ളതായിരുന്നു പെപ്പയെ സംബന്ധിച്ച് ഫ്രസ്ട്രേറ്റ്. അത് നമ്മൾ ഫുട്ബോൾ കളിച്ച ഒരാളാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലെവലിൽ നമ്മൾ കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. നമുക്ക് ആ ഒരു ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിനൊരു പെട്ടെന്ന് നമ്മൾ പോയി ഒരു 10 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വളരെ കുറച്ച് പ്ലേയേഴ്സിനെ പറ്റുള്ളൂ. പെപ്പയ്ക്ക് ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് വീണ്ടും ഉള്ള സ്റ്റാർട്ടിംഗ് ലെവലിൽ ഒന്നും കയറാൻ പറ്റിയില്ല. ഇതാണ് ബേസിക്കലി അന്ന് സംഭവിച്ചത്. ബട്ട് ഹാപ്പി ഫോർ പെപ്പെ ദാറ്റ്, കാരണം പുള്ളിയുടെ കരിയർ റിവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സന്തോഷമുണ്ട്. ബ്രോ ജസ്റ്റ് ഒരു കാര്യം കൂടി ചോദിച്ചത്, ഇപ്പോ സിറ്റി സ്ലിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആർട്ടറ്റയുടെ മുകളിൽ ഭയങ്കര പ്രഷർ വരുമെന്ന് തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ലിവർപൂൾ ടൈറ്റിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റി സ്ലിപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇമാജിൻ, ഞാൻ അങ്ങനെ ആവുന്നല്ല ഞാൻ പറയുന്നത്, ആർട്ടറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആർട്ടറ്റ സാക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഒരു ഹ്യൂമങ്കസ് പ്രഷർ പുള്ളിയുടെ മുകളിൽ വരും തോന്നുന്നുണ്ടോ?
സാക്കാവൂല അതെനിക്ക് ഉറപ്പാ. അൺടിൽ ആൻഡ് അൺലെസ് നമ്മൾ മറ്റേ ഏറ്റവും മോശമായിട്ട് ഇപ്പം ടോപ്പ് 4 ഔട്ടായോ, ടോപ്പ് 4 കിട്ടാണ്ട് വരുമോ, അല്ലെങ്കിൽ ഭയങ്കര ആ ഒരു ടൈറ്റിൽ റേസിൽ ഇല്ലാണ്ട് ഒരു മോശം പെർഫോമൻസ് ഒക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് വരുവാണെങ്കിൽ there is a slight possibility. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ ടൈറ്റിൽ റേസ് അടിക്കും. ബട്ട് ഫാൻസിന്റെ ഭാഗത്തുനിന്ന് അപാര പ്രഷർ ഉണ്ടാവും. ഫാൻസിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള പ്രഷർ ഉണ്ടായിരിക്കും ആർട്ടറ്റയെ സാക്ക് ചെയ്യാൻ. പക്ഷെ ബോർഡ് സാക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബോർഡ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ബോർഡ് അതായത് ഏറ്റവും നമ്മൾ ഏറ്റവും താഴെ കിടന്ന സമയത്ത് തന്നെ ഏറ്റവും മോശം ഫോമിൽ ഉണ്ടാകുന്ന സമയത്ത് പോലും ബോർഡ് ട്രസ്റ്റ് ചെയ്തൊരു മാനേജറാണ് ആർട്ടറ്റ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എന്തായാലും ഈ പറഞ്ഞ പോലെ ആർട്ടറ്റയെ സാക്ക് ആവാൻ എനിക്ക് സാധ്യതയില്ല. ബട്ട് ദ പ്രഷർ വിൽ ബി ഫ്രം ദ ഫാൻസ്. കാരണം എസ്പെഷ്യലി അർനെ സ്ലോട്ട് ഒരു ഫസ്റ്റ് വന്ന സീസൺ ടൈറ്റിൽ അടിച്ച ഒരു മാനേജർ തന്നെ പ്രീമിയർ ലീഗിലോ ഇംഗ്ലീഷ് ആ ഒരു കപ്പ് ഹിസ്റ്ററിയിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹിസ്റ്ററി. ആൻഡ് അതിൽ അങ്ങനെ കോണ്ടെ ഫസ്റ്റ് സീസൺ ആണ് അടിച്ചത്. എനിക്കത് കൺഫ്യൂഷൻ ഉണ്ട് ആക്ച്വലി. എനിക്ക് എങ്ങനെ എന്റെ മനസ്സിൽ, പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലായിരുന്നു കാരണം കോണ്ടെ വന്ന സീസൺ, അതായത് ചെൽസി 10th ഫിനിഷ് ചെയ്തിട്ട് നെക്സ്റ്റ് സീസൺ ആണ് ചെൽസി ലീഗ് അടിച്ചതെന്ന് എനിക്കറിയാം. കോണ്ടെ അടിച്ചത് 2017. പക്ഷെ കോണ്ടെ ഫസ്റ്റ് വന്ന സീസൺ തന്നെ അടിച്ചത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും പറയില്ല. ബട്ട് സ്റ്റിൽ ആർനെ സ്ലോട്ട് വന്ന് വിൽ ബി ദ സെക്കൻഡ് മാനേജർ അല്ലേ. അതായത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല. പ്രീമിയർ ലീഗ് പോലെ ടഫർ ലീഗിൽ വന്നിട്ട് വന്ന സീസൺ തന്നെ, അതും ഒരു വലിയ ഇത്രയും ക്ലോപ്പ് പോലത്തെ ഒരു മാനേജറിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം എന്നിട്ടും ആ പ്ലേയേഴ്സിനെയൊക്കെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ പല സ്ട്രീമിൽ ഞാൻ പറഞ്ഞ ലിവർപൂൾ ഫാൻസ് കുറെ പേര് വന്ന് നമ്മള് കമന്റ്സിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ലിവർപൂളിനെ പുച്ഛം ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ആ ലിവർപൂളിലെ പുച്ഛമല്ല, നമ്മൾ ഇമ്മൻസ്ലി റെസ്പെക്ട് ചെയ്യുന്ന ഒരു ടീമാണ്, കോച്ചാണ്, പ്ലേയേഴ്സും ആണ്. അപ്പം ഞാൻ പറഞ്ഞെന്ന് പറയുന്നത് ദർ ഇസ് എ പോസിബിലിറ്റി ഇവരെപ്പോഴും ഡ്രോപ്പ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം സിറ്റി പോലെ ഉള്ള ഒരു സ്ക്വാഡ് അല്ല ലിവർപൂളിന്. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ലിവർപൂൾ ഫാൻസിൽ കുറച്ച് പേർക്കത് ഹേർട്ടായി. അപ്പൊ അവര് കഴിഞ്ഞ ഒന്ന് രണ്ട് ഒരു വീഡിയോയിലൊക്കെ വന്ന് നമ്മളെ പഞ്ഞിക്കിട്ടായത്. ബട്ട് ഇറ്റ്സ് ഓൾ ഫൺ. എനിവേ, അപ്പോ ഒരു അടിപൊളി സ്ട്രീം ആയിരുന്നു ഇന്ന്. ഒരുപാട് സംസാരിച്ചു ബാഴ്സയെ കുറിച്ചും മെഡ്രിഡിനെ കുറിച്ചും ആർസണലിനെ കുറിച്ചും മറ്റ് ടീമുകളെ കുറിച്ചും. പക്ഷെ എനിക്ക് ഇതിൽ കൂടുതൽ സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ ഇന്ത്യൻ ടൈമും കൂടെ ഞാൻ കണക്കിലെടുത്തോണ്ടാണ് ഞാൻ കുറെയൊക്കെ ചെയ്തത്. കാരണം ഇനി നിങ്ങൾക്ക് നാളെ വർക്ക് ഉണ്ട്, അപ്പം നിങ്ങൾക്കും പറഞ്ഞ പോലെയൊക്കെ ഉറങ്ങണം. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ഈ ഒരു സ്ട്രീം നമ്മൾ ഇരുന്ന് വെച്ച് നിൽക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി ദീപക് ബ്രോന് ഇടയ്ക്ക് ഒരു എമർജൻസി കാരണം, പേഴ്സണൽ എമർജൻസി കാരണം പോകേണ്ടി വന്നു, ഡ്രോപ്പ് ഓഫ് ചെയ്യേണ്ടി വന്നു. എനിവേ, അപ്പൊ നമുക്ക് ഇന്ന് കോള് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പ്രഡിക്ഷൻസും കൂടെ ഒന്ന് പറയാം. മെഡ്രിഡിന്റെയും ബാഴ്സയുടെ ആർസണലിന്റെയും. അത്തർ ബ്രോ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഞാനൊരു ഡ്രോയെങ്കിലും പിടിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഞാനൊരു 2-2 ഡ്രോ ലിവർപൂളിനെതിരെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ബാഴ്സ മാച്ച് എനിക്ക് തോന്നുന്നു ബാഴ്സ ഒരു 3-0 വിക്ടറി തോന്നുന്നു. ആഴ്സണൽ സ്പോർട്ടിംഗ് ഞാനൊരു ഡ്രോ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം സ്പോർട്ടിങ്ങിന് ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു. പക്ഷെ ആഴ്സണലിന്റെ ഒരു തിരിച്ചറിവ് ഭയങ്കര ഇംപ്രസീവ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നൊരു എന്താ പറയുക 1-1 ഡ്രോ ആയിക്കോട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് റയൽ മാഡ്രിഡ് ബാർസ ബ്രസ്റ്റ് ഐ എം എക്സ്പെക്ടിങ് 3-1 or 3-2 സ്ക്രാപ്പി ഒരു ടൈറ്റ് മാച്ച് ആയിരിക്കും. ലെറ്റ്സ് ഗോ ഫോർ എ 3-1 ബാർസ വിൻ. I think Sporting versus Arsenal, I'm backing Arsenal 2-1. Arsenal ജയിക്കും predict ചെയ്യുന്നു. And for Liverpool versus Madrid, I think practically നമ്മളിപ്പോ ചിന്തിക്കുമ്പോൾ with Vinicius Junior out, Liverpool ആണ് clear favorites. But എനിക്ക് എന്തോ ഒരു feeling, let's go for a 3-2 Real Madrid ജയിക്കും. We will see an Mbappe show in Anfield. അതാണ് എന്റെ prediction. അടിപൊളി ബോൾഡ്. ഞാൻ പറയുകയാണെങ്കിൽ മെഡ്രിഡ് ലിവർപൂൾ എനിക്ക് തോന്നുന്നത് അത് ഡ്രോ തന്നെ ആയിരിക്കും. ഞാൻ സേഫ് റിസൾട്ടിന് പോവാ. ഡ്രോ ആയിരിക്കും, ഒരു 1-1 ഡ്രോ ആയിരിക്കും.
ചിലപ്പോ ഗോൾസിന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ദർ വിൽ ബി ഗോൾസ്. പക്ഷെ എനിക്ക് എന്തോ 1-1 എന്നൊരു ഫീലിംഗ് വരുന്നു. ബാഴ്സലോണ ബ്രസ്റ്റ് എനിക്ക് ആക്ച്വലി ആകാശ് പ്രൂവിന്റെ സെയിം ഇതാണ്, കാരണം 3-1 ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബാഴ്സ ഒരെണ്ണം കൺസീഡ് ചെയ്യാനുള്ള ചാൻസ് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ആർസണലിന്റെ ഞാനൊരു 1-0 വിൻ ആർസണൽ പ്രതീക്ഷിക്കുന്നു. അതിൽ ചില ഇച്ചിരി ബയസ് ഉണ്ടെന്ന് എനിക്ക് വിചാരിച്ചു. നമ്മളിങ്ങനെ ബ്രെയിൻ വെച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു ഡ്രോ ആയിരിക്കാനാണ് സാധ്യത. പക്ഷെ സ്റ്റിൽ നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ജയിക്കും എന്നുള്ളൊരു തോന്നുന്നുണ്ട്. അല്ല, ആർസണൽ ജയിക്കണം ഈ മാച്ച്. ആർസണൽ ഈ മാച്ച് ജയിച്ച് ക്യാരക്ടർ കാണിക്കണം. സോ ഇഫ് യു ഹാവ് ടു വിൻ ടൈറ്റിൽസ്, ഇങ്ങനത്തെ മാച്ചുകൾ ജയിക്കണം. കാരണം നിങ്ങൾ അറ്റ്ലാന്റ ഷുഡ് ഹാവ് വോൺ ദാറ്റ് മാച്ച്. ആ പെനൽറ്റി റയ സേവ് ചെയ്തില്ല, അറ്റ്ലാന്റ വേർ ദ ബെറ്റർ സൈഡ്. ആൻഡ് ഇന്ററിന് അഗേൻസ്റ്റും ഇന്റർ വിക്ടറി നേടിക്കൊണ്ടുപോയി. സോ സ്പോർട്ടിംഗ് അഗേൻസ്റ്റ് യു ഹാവ് ടു വിൻ. അർട്ടേറ്റയ്ക്ക് ടൈറ്റിൽസ് അടിക്കണം, ഐ ആം ദ നെക്സ്റ്റ് മാൻ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ മാച്ചുകളൊക്കെ ജയിച്ചത് പറ്റും. സോ ഓൾറെഡി നിങ്ങൾ 2 കളി കൊണ്ടേ കളഞ്ഞിട്ടുണ്ട്. സോ ഒഡേഗാർഡ് തിരിച്ചു വന്നുകൊണ്ട് തന്നെ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ട്. ഇല്ലെന്ന് അപ്പം മാർട്ടിനെല്ലി, ഹാവർട്സ് ഒക്കെ ബാക്ക് ടു ഫോം ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. എനിവേ ലെറ്റ്സ് സീ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം എനിവേ താങ്ക് യു ഗൈസ് സോ മച്ച് ഫോർ ജോയിനിങ് ദ സ്ട്രീം ആൻഡ് അടിപൊളി ഡിസ്കഷൻ ആയിരുന്നു. അപ്പം യെസ്, ഇനി ഇതുപോലുള്ള ഡിസ്കഷൻ ഇനിയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച് ആകാശ് ബ്രോ, താങ്ക് യു സോ മച്ച് അഫ്തർ ബ്രോ. അപ്പൊ ഇനി വീണ്ടും വരിക, വീണ്ടും നമ്മുടെ കൂടെ ഡിസ്കഷനിലൊക്കെ പങ്കെടുക്കുക. താങ്ക് യു സോ മച്ച്. അപ്പോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദ സ്ട്രീം. അപ്പോ ഇന്നത്തെ യൂസ്വൽ ഡിസ്കഷൻ വിത്ത് ആകാശ് ബ്രോ ആൻഡ് അഫ്തർ ബ്രോ ഒരു അടിപൊളി ഡിസ്കഷൻ ആയിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ ബാഴ്സലോണ, റയൽ മാഡ്രിഡ്, ആർസണലിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ആൻഡ് ഓൾസോ മറ്റൊരു കാര്യം, നമ്മുടെ ചാനൽ ഇപ്പം 947 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. റോഡ് ടു 1K ആണ് ഇപ്പം. 1Kയിലോട്ട് എത്താൻ ഒരു 53 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇഫ് ഓൾറെഡി ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ഡു ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങളുടെ ഫുട്ബോൾ ഫാൻസിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ചാനൽ ഉണ്ടെന്ന് അറിയിക്കുക. അപ്പം വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്. Come on, you guys.